Hello all and welcome back to our discussion on hire purchase chapter. ഇന്ന് നമ്മൾ ബാക്കിയുള്ള പ്രോബ്ലംസ് ആയിരിക്കും കവർ ചെയ്യുന്നത്. So let us start our questions without much delay. Question number 7. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ജേർണൽ എൻട്രീസ് ഒക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ ആ ഒരു ബേസിൽ നമ്മൾ questions ഓരോന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പോകും. Question number 7. Happy Valley Florist Limited acquired a delivery van on hire purchase on 1/4/2014 from Ganesh Enterprise. അപ്പോൾ വാങ്ങിച്ച ഹാപ്പി വാലി ഫ്ലോറിസ്റ്റ് ആണ് ഹയർ പർച്ചേസർ ആൻഡ് ഹയർ വെൻഡർ, അതായത് വിറ്റ ആളാണ് ഗണേഷ് എന്റർപ്രൈസസ്. The terms are hire purchase price is 1,80,000, down payment 30,000, 4 installment under 50,000, 50,000, 30,000, 20,000. Cash price of van is 1,50,000 and depreciation is charged at 10% WDV. Calculate total interest and interest included in each installment. Prepare van account, Ganesh Enterprise account in the books of Happy Valley Florist Limited up to 31st March 2018. അപ്പോൾ ഇവിടെ ആദ്യത്തെ പാർട്ട് നമ്മൾക്ക് കണ്ടാൽ അറിയാം, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത അസർടൈൻമെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് മാത്രമല്ല, മെയിൻ ഒരു ക്വസ്റ്റ്യൻ എക്സ്റ്റെൻസീവ് ലെഡ്ജർ പ്രിപ്പറേഷനെയോ ജേർണൽ പ്രിപ്പറേഷൻ്റെയോ ഉള്ളിൽ തന്നെ 2-3 ടോപ്പിക്സ് വന്നെന്നിരിക്കാം. പിന്നെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായാലും ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കാൻ. ഇവിടെ ഇൻട്രസ്റ്റ് ആണ് അല്ലേ. ഇവിടെ ഇൻട്രസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ 2 മെത്തേഡ്സ് ഉണ്ടായിരുന്നു. ഒന്ന് ക്യാഷ് പ്രൈസ് ഉണ്ട്, ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് ഉണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. രണ്ടാമത്തേത് ക്യാഷ് പ്രൈസ് ഉണ്ട്, ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ല. ഈ ക്വസ്റ്റ്യൻ ഫോളോ ചെയ്യുന്നത് സെക്കൻഡ് കാറ്റഗറിയാണ്, കാരണം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ ഒന്നിലും പറയുന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് HPP ഔട്ട്സ്റ്റാൻഡിങ് മെത്തേഡ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്ത 2 പ്രോബ്ലം, വിച്ച് ഇസ് വെരി ഈസി. ആ മെത്തേഡോ അല്ലെങ്കിൽ IRR മെത്തേഡോ. IRR മെത്തേഡ് പക്ഷെ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തില്ല തിയറിയും. അപ്പോൾ ഈ പ്രോബ്ലത്തിനുള്ളിലായിരിക്കും നമ്മൾ IRR എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണമെന്ന് പറയുന്നത്. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, IRR മെത്തേഡിൽ തന്നെ ചെയ്ത് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യണമെന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ മാത്രം നിങ്ങൾ IRR ഫോളോ ചെയ്താൽ മതി. അല്ലെങ്കിൽ എപ്പോഴും മറ്റ് ഈസി ആയിട്ടുള്ള HPP ഔട്ട്സ്റ്റാൻഡിങ് മെത്തേഡ് ഫോളോ ചെയ്യുക. പക്ഷെ ആ IRR തിയറി കവർ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഒരു പ്രോബ്ലത്തിൽ IRRും കൂടെ വർക്ക്ഔട്ട് ചെയ്യുന്നു. പക്ഷെ IRR മാത്രമല്ല, ഞാൻ HPP ഔട്ട്സ്റ്റാൻഡിങ് മെത്തേഡിലും ആദ്യം വർക്ക്ഔട്ട് ചെയ്ത് കാണിക്കാം. ആൻഡ് ദെൻ വി വിൽ ടേക്ക് എ IRR method for your better understanding. Yeah? So let us do in the first method, calculation of total interest. Yeah? First method, examine ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. So അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ടോട്ടൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. How will you find out total interest? HP price minus cash price. And that was HP price 1,80,000 and cash price 1,50,000. So 1,80,000 minus 1,50,000. ഇതാണ് ടോട്ടൽ ഇൻട്രസ്റ്റ്, 30,000 രൂപ. ഇനി അടുത്തതായിരുന്നു അസർടൈൻമെന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ടേബിൾ. അതിൻ്റെ കോളം ഹെഡിങ്സ് ഇയർ സ്റ്റാർട്ട്, HPP outstanding, proportion of HPP outstanding, and finally interest. 4 columns. എത്ര ഇൻസ്റ്റാൾമെന്റ് ഉണ്ടായിരുന്നോ ഈ ക്വസ്റ്റ്യനിൽ? 4 ഇൻസ്റ്റാൾമെന്റ്. സോ ഓരോ വർഷത്തിൻ്റെയും സ്റ്റാർട്ട് നമുക്ക് ഇയർ 1, 2, 3 and 4. ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്രയായിരുന്നു HPP ഔട്ട്സ്റ്റാൻഡിങ്? ഇവിടെ HPP ഔട്ട്സ്റ്റാൻഡിങ് ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഡൗൺ പേയ്മെന്റ് എപ്പോഴും ഇയർ 0 ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ HPP പ്രൈസിൽ നിന്ന് ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞിട്ടുള്ള പോർഷൻ തൊട്ടാണ് ഔട്ട്സ്റ്റാൻഡിങ് എഴുതി തുടങ്ങിയത്. സോ 1,80,000 മൈനസ് ഡൗൺ പേയ്മെന്റ് ഇസ് 1,50,000. ഒന്ന് ബ്രാക്കറ്റിൽ എഴുതിയേക്കാം. How did we arrive at this? So 1,50,000. ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക്
നമുക്ക് എഴുതാം. ആദ്യത്തെ വർഷത്തെ ഇൻസ്റ്റാൾമെന്റ് കഴിയുമ്പോൾ 50,000 കുറയും, അപ്പോൾ 1,00,000 രൂപ. രണ്ടാമത്തെ വർഷം കഴിയുമ്പോൾ അടുത്ത 50,000 നമ്മൾ കൊടുത്തു തീർക്കും. സോ ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ഇയർ 3 സ്റ്റാർട്ട് ഇസ് 50,000. ആൻഡ് ദെൻ ഫൈനലി ഇയർ 4 സ്റ്റാർട്ടിൽ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ അടച്ചു തീർക്കും, വിച്ച് ഇസ് 30,000. അപ്പോൾ 50,000-ൽ നിന്ന് 30 പോയാൽ ബാക്കി 20,000. ഇനി ഈ പ്രപ്പോർഷനിൽ വേണം നമ്മൾ HPP ഔട്ട്സ്റ്റാൻഡിങ് കണ്ടുപിടിക്കാൻ. So which is 15, 10, 5 and 2. അങ്ങനെ 15, 10, 5 and 2. So therefore 20, 30, 32. So my interest amounts are 30,000 into 10 by 32, 30,000 into 5 by 32, and 30,000 into 2 by 32. Yeah, so work out these amounts and write it under interest column. ഇവിടെ റൗണ്ട് ഓഫ് വരുന്നുണ്ട്, ഡെസിമൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിയറസ്റ്റ് 1ലേക്ക് റൗണ്ട് ഓഫ് ചെയ്ത് എക്സാക്ട്ലി 30,000 വരുന്ന പോലെ ആക്കിയാൽ മതി. 30,000. നെക്സ്റ്റ് ഇസ് 9375. 468 finally 1875. ഇത് ആഡ് ചെയ്യുമ്പോൾ 30,000 എക്സാക്ട്ലി കിട്ടും. സോ ഇഫ് ക്വസ്റ്റ്യൻ ഇസ് സൈലന്റ്, ഞാൻ പറഞ്ഞു ഈ മെത്തേഡ് അപ്ലൈ ചെയ്താൽ മതി. പക്ഷെ IRRും കൂടെ അറിയാൻ വേണ്ടി ഇതേ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ടേഷൻ നമ്മൾ IRR മെത്തേഡിനും കൂടെ ഒന്ന് കമ്പ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. സെക്കൻഡ് മെത്തേഡ് IRR. വേറെ എവിടെയും നമ്മൾ IRR മെത്തേഡ് ഈ ഒരു ചാപ്റ്ററിൽ ഇനി ചെയ്യുന്നില്ല, only ഈ പ്രോബ്ലത്തിൽ മാത്രം. So let us go ahead and read what is given in IRR method. IRR method. IRR's full form is internal rate of return. IRR is the discount rate that equals the present value of the expected cash outflows, net amount of down payment and installment with the cash price. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? പ്രസന്റ് വാല്യൂ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്തായിരുന്നു പ്രസന്റ് വാല്യൂ എന്നുള്ളത് അല്ലേ? നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഓഫ് HPയിൽ ക്യാഷ് പ്രൈസ് കമ്പ്യൂട്ടേഷന് വേണ്ടി ആനുവിറ്റി ടേബിളൊക്കെ വെച്ച് ഒന്ന് പറഞ്ഞാണ്. പ്രസന്റ് വാല്യൂ എന്താണ്? 1 രൂപ അടുത്ത വർഷം കൊടുക്കണമെങ്കിൽ അല്ലെ അടുത്ത വർഷം നമ്മളുടെ കയ്യിൽ വേണമെങ്കിൽ ഇന്ന് എത്ര രൂപയായിരിക്കണം എൻ്റെ കയ്യിൽ ഉണ്ടാവേണ്ടത്? അത് 1 രൂപയിലും താഴെ ആയിരിക്കും. അതിനെയാണ് ഈ പ്രസന്റ് വാല്യൂ ഓഫ് ദാറ്റ് ഫ്യൂച്ചർ 1 rupee ഇൻവെസ്റ്റ്മെന്റ് എന്നോ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് അതിൻ്റെ ഇന്നത്തെ മൂല്യം. സോ വാട്ട് ഈസ് IRR? IRR എന്ന് പറയുന്ന ആ ഡിസ്കൗണ്ട് റേറ്റ് ആണ് വിച്ച് ഈക്വൽസ്, അതായത് എന്തിനെയോ തമ്മിൽ ഈക്വലി ആക്കുന്നു, രണ്ടും ഒരേപോലെ ആക്കുന്നു. എന്തൊക്കെയാണ് ഈക്വൽ ആക്കുന്നത്? പ്രസന്റ് വാല്യൂ ഓഫ് എക്സ്പെക്റ്റഡ് നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. ഈ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ നമ്മളുടെ എക്സ്പെക്റ്റഡ് നെറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോസ് എന്തൊക്കെയാണ്? ഹയർ പർച്ചേസറിൻ്റെ കോൺസെപ്റ്റ്, ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കണം, പിന്നെ ഓരോ വർഷവും ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കണം അല്ലേ? ഈ ഇൻസ്റ്റാൾമെൻറ്റിലേക്ക് ഇൻട്രസ്റ്റ് അടങ്ങിയിരിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ഇന്നല്ല നമ്മൾ കൊടുക്കുന്നത്, അതായത് ഇയർ 0-യിലല്ല നമ്മൾ ഈ പേയ്മെൻറ്റ് ഒന്നും കൊടുക്കുന്നത്, ഓരോ വർഷം ഡിലേഡ് ആയിട്ടാണ് അല്ലേ? ആ ഡിലേ നമ്മൾക്ക് തരുന്നത് കാരണമാണ് ഹയർ വെണ്ടർ നമ്മളുടെ കയ്യിൽ നിന്ന് ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യുന്നത്.
അപ്പോൾ IRR എന്ന് പറയുന്നത് ഈ ഹയർ പർച്ചേസർ കൊടുക്കാൻ പോകുന്ന എല്ലാ ക്യാഷ് ഔട്ട്ഫ്ലോവിൻ്റെയും പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. ഞാൻ പറഞ്ഞു ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെ കൊടുക്കുന്നത് ഒന്നാമത്തെ വർഷം, രണ്ടാമത്തെ വർഷം, മൂന്നാമത്തെ വർഷമൊക്കെയാണ് അല്ലേ. അതിൻ്റെയൊക്കെ ഇന്നത്തെ പ്രസൻറ്റ് വാല്യൂ, അതായത് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഈ ഫ്യൂച്ചറിൽ കൊടുക്കേണ്ട പ്രൈസുകളുടെയൊക്കെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക, ഇൻക്ലൂഡിങ് ഡൗൺ പേയ്മെൻറ്റ്. പക്ഷെ ഡൗൺ പേയ്മെൻറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ത് തന്നെയായിരിക്കും? ആക്ച്വലി കൊടുക്കുന്ന എമൗണ്ട് തന്നെയാണ്, കാരണം അന്ന് തന്നെ നമ്മൾ അത് പേ ചെയ്യുന്നത്. പക്ഷെ ഇൻസ്റ്റാൾമെൻ്റ് ആണെങ്കിലോ ഓരോ പീരീഡ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിനൊക്കെ വേറൊരു പ്രസൻറ്റ് വാല്യൂ കാണാം. 1 രൂപയാണ് അടുത്ത വർഷം കൊടുക്കേണ്ടതെങ്കിൽ അതിൻ്റെ വർത്ത് ഇന്ന് 1 രൂപയെക്കാളും കുറവായിരിക്കും അല്ലേ. ആ കുറവായിട്ടുള്ള എമൗണ്ട് ഇപ്പോൾ 50 പൈസയാണെന്ന് വെച്ചോളൂ. ആ 50 പൈസ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ അവിടുന്ന് നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് 50 പൈസയും കൂടെ കിട്ടും. ഈ ഇൻട്രസ്റ്റും കൂടെ ചേർത്താണ് അടുത്ത വർഷമാകുമ്പോൾ 1 രൂപയാകുന്നത്. അതാണ് പ്രസൻറ്റ് വാല്യൂവിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ നമ്മളോട് പറയുന്നത് ഈ എല്ലാ ക്യാഷ് ഔട്ട്ഫ്ലോവിൻ്റെയും പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക, ഇന്ന് അതിൻ്റെ മൂല്യം എത്രയാണ്, എന്നിട്ട് ആ ടോട്ടൽ ആയിട്ടുള്ള പ്രസൻറ്റ് വാല്യൂവും ക്യാഷ് പ്രൈസും. എന്തായിരുന്നു ക്യാഷ് പ്രൈസ്? നമ്മളുടെ അസറ്റ് നമ്മൾക്ക് വാങ്ങിക്കാനുള്ള പ്രൈസ് അല്ലേ. അപ്പോൾ ക്യാഷ് പ്രൈസിനോട് ഈക്വൽ ആക്കുന്നു. ക്യാഷ് പ്രൈസും HP പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇൻട്രസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുന്നതിൻ്റെ റീസൺ എന്തായിരുന്നു? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓരോ വർഷവും അല്ലെ കുറേ നാളുകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ആണ് ഈ 20,000. അപ്പോൾ ഇമാജിൻ നമ്മൾ ഈ ഹയർ പർച്ചേസ് പ്രൈസിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ഇൻസ്റ്റാൾമെൻറ്റിനെയും ഇന്നത്തെ വില കൊടുക്കുകയാണെങ്കിൽ, അതായത് ഇന്ന് എത്രയാണ് അതിൻ്റെ വിലയെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്ന് നിങ്ങൾ പേ ചെയ്താൽ എത്ര കൊടുക്കണം? 1 lakh അല്ലേ. ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇൻട്രസ്റ്റ് വരുന്നത് തന്നെ നിങ്ങൾ ഡിലേ ചെയ്ത് പേയ്മെൻറ്റ് നടത്തുന്നതുകൊണ്ടാണ്. അപ്പോൾ ഡിലേ ചെയ്യാതെ ഇന്ന് തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ എത്ര വേണമെന്നാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അത് എന്ത് തന്നെ ആയിരിക്കണം? ക്യാഷ് പ്രൈസ് തന്നെ ആയിരിക്കണം. സോ IRR എന്ന് പറയുന്നത് നമ്മൾക്ക് തന്നിരിക്കുന്ന എല്ലാ ക്യാഷ് ഔട്ട്ഫ്ലോസിൻ്റെയും പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. ആ പ്രസൻറ്റ് വാല്യൂവും ക്യാഷ് പ്രൈസും ഏത് റേറ്റിലാണോ ഈക്വൽ ആകുന്നത് അതിനെയാണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇനി അത് ഏത് റേറ്റിൽ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഇഷ്ടംപോലെ റേറ്റ് നമ്മളുടെ കയ്യിലുണ്ട്. 1 to 100 വരെ വേണമെങ്കിലും നമ്മൾക്ക് അപ്ലൈ ചെയ്യാം. സോ ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ ആക്ച്വൽ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ? അതിനാണ് നമ്മൾ പറയുന്ന അടുത്ത പോയിന്റ്. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണിന് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഫോളോ ചെയ്താലേ പറ്റുകയുള്ളൂ. ആൻഡ് ഇന്റർപോളേഷൻ ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് റേറ്റ്സ്. ഇന്റർപോളേഷൻ ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് റേറ്റ്സ്. അതായത് നമ്മൾക്ക് അറിയില്ല കറക്റ്റ് ശരിക്കും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന്. റേറ്റ് ഓഫ് IRR എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ഈ ഒരു സിനാരിയോയിൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കറിയില്ല അല്ലേ. സോ നമ്മൾ ട്രയൽ ആൻഡ് എറർ വെച്ചിട്ട് കണ്ടുപിടിക്കണം. 5% 6 ആണോ 7 ആണോ 8 ആണോ എന്നൊക്കെ ഉള്ളത്. അതിന് നമ്മൾക്കൊരു മെത്തേഡ് ഉണ്ട്, വിച്ച് ഈസ് ഇന്റർപോളേഷൻ ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് യു ഹാവ് എ ഫോർമുല ടു അപ്ലൈ. എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ഇൻട്രസ്റ്റ് റേറ്റ്സ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാം. 2 ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ട് എൻ്റെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ക്യാഷ് പ്രൈസ് ആയിട്ട് ഈക്വൽ ആകുന്നുണ്ടോ നോക്കും. ഈക്വൽ ആകാനുള്ള ചാൻസ് കുറവാണ്, പക്ഷെ 2 റേറ്റ് എടുക്കും. ഇനി എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ആ പ്രോബ്ലം വഴി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. സോ ദാറ്റ് ബിക്കംസ് ഈസി ഫോർ യു. ഇനി ഏതൊക്കെ റേറ്റ് അപ്ലൈ ചെയ്യണം? ഈ IRR എന്ന് പറഞ്ഞ ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ചാപ്റ്ററിൽ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടിയാണ് അല്ലെ, ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ. അപ്പോൾ മാർക്കറ്റിലുള്ള ഏകദേശം ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും ജനറലി ക്വസ്റ്റ്യൻസിലൊക്കെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. സോ ജനറലി ഒരു FDക്കൊക്കെ എത്ര കിട്ടും? 4% to 8% or 10% or 12% ഇത്രയൊക്കെയാണ് കിട്ടുന്നത് അല്ലേ. സോ നമ്മൾക്ക് ഒരു ലോവർ ലിമിറ്റ് ഓൾറെഡി മാർക്കറ്റിലുള്ള ഒരു ട്രെൻഡ് വെച്ചിട്ടും ഫിക്സ് ചെയ്യാം. അപ്പർ ലിമിറ്റ് ഒരു റേറ്റ്, അതായത് 2 റേറ്റ് കൺസിഡർ ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. രണ്ടാമത്തെ റേറ്റ് നമ്മൾക്ക് തോന്നുന്ന പോലെ ഒരു ഹയർ റേറ്റ് എടുക്കാം, 10% എന്നോ അങ്ങനെ എന്തെങ്കിലും, or 10 or 12. സോ ഹൗ ഡു വി ഫൈൻഡ്? ബാക്കി ഒന്ന് വായിച്ചേക്കാം.
ഇത്രയുമാണ് ആദ്യത്തെ ആ പാരഗ്രാഫ് പറയുന്നത്. Then they are talking about in case of hire purchase, IRR method considers the time value of money, the cash price and all cash outflows relating to the purchase of the asset on hire purchase. നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ് തന്നെ. So interpolation apply ചെയ്യണം അല്ലേ. So how do we compute IRR എന്നുള്ളത് നമ്മൾക്കിപ്പോൾ എഴുതാം. അതിന് ഒരു സ്റ്റേറ്റ്മെന്റ് ആദ്യം പ്രിപ്പയർ ചെയ്യണം, which is computation of IRR. Considering ഇത് ഗസ് വർക്ക് ആണ് അല്ലെ ട്രയൽ ആൻഡ് എറർ ആണ്. ചിലപ്പോൾ ഈ എടുക്കുന്ന 2% തെറ്റായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും 1% കൂടെ ഒക്കെ അപ്ലൈ ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കൺസിഡറിങ് 2 ഗസ്റ്റ് റേറ്റ്സ്. അപ്പം ഞാൻ പറഞ്ഞു ഒരു ലോവർ ലിമിറ്റ് സാധാരണ മാർക്കറ്റിൽ ഓടുന്ന ഒരു റേറ്റും ഒരു ഹയർ ലിമിറ്റും എടുക്കണം എന്നല്ലേ. അപ്പം ഞാനിവിടെ 5%, ഒരു 12% എടുക്കുകയാണ്. നിങ്ങൾ ഇത് തന്നെ എടുക്കണമെന്നില്ല, പക്ഷേ സാധാരണ ഒരു റേഞ്ച് വരുന്നത് ഇതിനുള്ളിലാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഇത് എടുക്കുന്നത്. പക്ഷെ വർക്ക്ഔട്ട് ചെയ്ത് വരുമ്പോൾ ഇതല്ല റേഞ്ച് എന്ന് ചിലപ്പോൾ നമ്മൾക്ക് മനസ്സിലായി നിൽക്കും. അത് എങ്ങനെയാണ് നമ്മൾക്കിപ്പോൾ നോക്കാം. സോ കോളംസ് വേണ്ടത് ഇയർ, ക്യാഷ് ഫ്ലോ ഓർ ക്യാഷ് ഔട്ട് ഫ്ലോ എന്ന് വേണമെങ്കിൽ എഴുതാം. ഞാൻ തൽക്കാലം ക്യാഷ് ഫ്ലോ എന്ന് എന്നുള്ളൂ. ഇഫ് യു വാണ്ട് ഇൻ ഡീറ്റെയിൽ ക്യാഷ് ഔട്ട് ഫ്ലോ എന്ന് എഴുതിക്കോളൂ, നോ പ്രോബ്ലം. നെക്സ്റ്റ് ഇസ് ഡിസ്കൗണ്ടിങ് ഫാക്ടർ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന പെർസെൻറ്റേജസ് ആദ്യമേ ലോവർ ലിമിറ്റ് എഴുതുക, പിന്നെ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ അല്ലേ. ഈ ക്യാഷ് ഔട്ട് ഫ്ലോ നമ്മൾക്ക് കിട്ടാൻ പോകുന്നതൊക്കെ ഓരോ വർഷങ്ങൾക്ക് ശേഷം അടയ്ക്കേണ്ടതാണ്. അതിനെ ഈ ഡിസ്കൗണ്ടിങ് ഫാക്ടറായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾക്ക് എന്ത് കിട്ടും? പ്രസൻറ്റ് വാല്യൂ കിട്ടും. പ്രസൻറ്റ് വാല്യൂ അറ്റ് വാട്ട് റേറ്റ്? 5%. ഇനി അതേപോലെ വീണ്ടും അടുത്ത നമ്മൾ ഗസ് ചെയ്തിരിക്കുന്ന റേറ്റ് എടുക്കുക 12% ആൻഡ് ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് പ്രസൻറ്റ് വാല്യൂ. ഇതാണ് ഫോർമാറ്റ് ഓഫ് ഫൈൻഡിങ് IRR. ഇനി എത്ര ഇൻസ്റ്റാൾമെന്റ്സ് നമ്മൾക്കുണ്ടായിരുന്നു? 4 ഇൻസ്റ്റാൾമെന്റ് അല്ലേ. പക്ഷെ IRR കമ്പ്യൂട്ട് ചെയ്യാൻ ഇൻസ്റ്റാൾമെന്റ് മാത്രമല്ല ഇൻക്ലൂഡിങ് ഡൗൺ പേയ്മെന്റ് എടുക്കണം. കാരണം ക്യാഷ് പ്രൈസ് എന്ന് പറയുന്ന അസറ്റിന്റെ വാല്യൂവിനുള്ളിൽ ഡൗൺ പേയ്മെന്റും ഇൻക്ലൂഡഡ് ആണ്. സോ ഡൗൺ പേയ്മെന്റ് ക്വസ്റ്റ്യനിൽ 30,000 എന്നായിരുന്നു പറഞ്ഞത് അല്ലേ. അതെന്നാണ് കൊടുക്കുന്നത്? ഇയർ 0, അതായത് ഇന്ന് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ അതിനൊരു ഡിസ്കൗണ്ടിങ് ഫാക്ടർ അപ്ലൈ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇന്ന് തന്നെയാണ് നമ്മൾ കൊടുത്തത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടതും ഇന്നത്തെ ഇതിന്റെ വിലയാണ്, വിച്ച് ഇസ് വാട്ട്? 30,000. അതായത് ഇയർ 0-ൽ ഏത് റേറ്റ് അപ്ലൈ ചെയ്താലും ഡിസ്കൗണ്ടിങ് ഫാക്ടർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ ഹൗ ഡു യു അപ്ലൈ these two percentages or amount to find out present value? Cash outflow name discounting factor name കൂടെ multiply ചെയ്യുക. That will be your present value. So year 0-ൽ എന്ത് പേയ്മെന്റ് നടത്തിയാലും, ഇയർ 0 എന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം ഒരു പേയ്മെന്റ് നടത്തിയാൽ അതിന്റെ ഇന്നത്തെ വില എന്ത് തന്നെയാണ്? ആ സെയിം എമൗണ്ട്. നെക്സ്റ്റ് ഇസ് ഇയർ 1, ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് എഴുതുക 50,000. സോ ഇവിടെ പറയുന്നത് ഒരു വർഷം ശേഷം, ഇന്ന് നിന്നുകൊണ്ട് നമ്മൾ പറയുകയാണ് ഒരു വർഷത്തിന് ശേഷം 50,000 കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ടിങ് ഫാക്ടർ അറ്റ് 5% എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും? ഇന്ന് എൻ്റെ കയ്യിൽ, ഇന്ന് ആഫ്റ്റർ ഇയർ 1 അല്ല, അറ്റ് ഇയർ 0 ഐ ഹാവ് X ഇൻ മൈ ഹാൻഡ്. ഈ X കൊണ്ട് ഞാൻ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് എത്ര ശതമാനം ഇൻട്രസ്റ്റ് കിട്ടും? 5%. അപ്പോൾ ഈ എക്സിൻ്റെ കൂടെ എനിക്ക് കിട്ടിയ 5% എക്സും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 50,000. ഇതാണ് കോൺസെപ്റ്റ്. സോ ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ ഡിസ്കൗണ്ടിങ് ഫാക്ടർ? എക്സ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ്. അത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. 1 divided by 1 plus r whole raised to n. n ഇവിടെ എന്താണ്? 1. ഇതാണ് റേഷ്യോ അല്ലെ, ഇതാണ് നമ്മളുടെ ഫോർമാറ്റ്. ഡിസ്കൗണ്ടിങ് ഫാക്ടർ കണ്ടുപിടിക്കാം. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ഈ ലൈനിൽ ന്യൂമറേറ്റർ എന്താണ്? 1 തന്നെ. ഡിനോമിനേറ്റർ 1 plus r. r എത്രയായിരുന്നു ഇവിടെ എടുത്തിരിക്കുന്നത്? 5%. സോ 1 plus 0.05 raised to ഇവിടെ വന്നിരിക്കുന്ന 1 or 2 whatever it is, raised to 1. So this will be 1 divided by 1.05, which is
9.524. ഞാൻ 4 ഡെസിമൽ വരെ റൗണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി 50,000-ൻ്റെ കൂടെ ഈ 9.524 മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 47,000. അതായത് ഇവിടെ പറയുന്നത് ഇന്ന് എൻ്റെ കയ്യിൽ 47,000, ഇയർ 0-ൽ എൻ്റെ കയ്യിൽ 47,620 രൂപയുണ്ടെങ്കിൽ അത് ഞാൻ കൊണ്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യും? ബാങ്കിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. 5% കിട്ടുന്ന ഒരു ബാങ്കിൽ. അപ്പോൾ എത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് കിട്ടുമെന്ന് നോക്കിയാൽ എത്ര എമൗണ്ട് കിട്ടും? 2381. ആ 2381-ൻ്റെ കൂടെ ഈ 47,620 പ്രിൻസിപ്പലും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? 50,000. 1 ആണ് ഇവിടെ വരുന്നത്. അത് റൗണ്ട് ഓഫ് ഡിഫറൻസ് ആണ്. ബിക്കോസ് നമ്മൾ എടുക്കുന്ന ഡിസ്കൗണ്ടിങ് ഫാക്ടേഴ്സ് ഒക്കെ ഡെസിമൽ ഇറ്റ് വിൽ ബി റണ്ണിങ് ഇൻ ടു 10 ഡിജിറ്റ്സ് ഓർ 11 ഡിജിറ്റ്സ്. പക്ഷെ നമ്മൾ അതിനെ ലിമിറ്റ് ചെയ്ത് 4 or 5 വരെയൊക്കെ മാക്സിമം 4 വരെയൊക്കെ ആക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന ഒരു റൗണ്ടിങ് ഓഫ് ഡിഫറൻസ് മാത്രമാണ് ഈ കേസ്. ഇനി അടുത്തത് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാറാകുന്നത് സെക്കൻഡ് ഇയറിൽ എത്രയാണ്? 50,000. അപ്പോൾ ഇവിടെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കും? 1 divided by 1 plus r which is 0.5 raised to, ഇവിടെ ഇയർ എത്രയാണ് വന്നിരിക്കുന്നത്? 2. സോ അതായത് 2 കൊല്ലം ഇയർ 0-ൽ നിന്നുകൊണ്ട് ഇവിടെ രണ്ടാമത്തെ വർഷം ആണ് നമ്മൾക്ക് 50,000 രൂപ വേണ്ടത്. അതായത് ഇയർ 0-ൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ് 2 കൊല്ലം കഴിയുമ്പോൾ എനിക്ക് 50,000 രൂപ വേണം. അപ്പോൾ 2 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മളുടെ കയ്യിൽ കാശുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 2 കൊല്ലം കൂടെ ചേർത്തുള്ള ഇൻട്രസ്റ്റും കൂടെ ചേർന്നായിരിക്കണം 50,000 കളക്ട് ചെയ്യേണ്ടത്. സോ ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഫോർ സെക്കൻഡ് ഇയർ? 1 divided by 1 plus r 0.05 whole raised to number of years you are going to hold it, 2 years. So 1 divided by 1.05 divided by 1.05 which is 0.9070. ഇനി ഇതെങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം? ഈ കിട്ടിയ 0.9524 റേസ് ടു പവർ 1 ആണ് അല്ലേ? അപ്പോൾ ഒരു ഡിനോമിനേറ്ററിൽ ഒന്നും കൂടെ 1.05 ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ കിട്ടുന്ന ആൻസറിലേക്ക് ഡിവൈഡഡ് ബൈ 1.05 ചെയ്താലും സെയിം ആൻസർ കിട്ടിക്കോളും. ബട്ട് എനിവേസ് 50,000 into 0.907 which is 45,350. അതായത് ഇന്ന് എൻ്റെ കയ്യിൽ 45,000 രൂപയുണ്ടെങ്കിലാണ് 2 കൊല്ലം കഴിയുമ്പോൾ അത് 50,000 ആയിട്ട് മാറാൻ പോകുന്നത്. ഇൻട്രസ്റ്റും കൂടെ ചേർന്ന് കഴിയും. സെയിം തേർഡ് ഇയർ 30,000 ആയിരുന്നു ക്യാഷ് ഔട്ട്ഫ്ലോ. അതിൻ്റെ പി വിയും കണ്ടുപിടിക്കുക. ഡിസ്കൗണ്ടിങ് ഫാക്ടർ 1 divided by 1.05 divided by which is 0.8639. So 0.8639 into 30,000 which is 25,970. That is ഇന്ന് എൻ്റെ കയ്യിൽ 25,900 സംതിങ് രൂപയുണ്ടെങ്കിലാണ് 3 കൊല്ലം കഴിയുമ്പോൾ ഇൻട്രസ്റ്റും കൂടെ ചേർത്തത് 30,000 ആകത്തുള്ളൂ. സോ നെക്സ്റ്റ് ഇസ് ഇയർ 4 20,000. ഇയർ 4ൻ്റെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ is 0.8227. $16,454. ഇനി ഇതേപോലെ നമ്മൾ ഗസ് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ റേറ്റ്, അത് നിങ്ങൾ എന്ത് തന്നെ ചൂസ് ചെയ്താലും അത് ഇതേപോലെ കണ്ടുപിടിക്കുക. ഡിസ്കൗണ്ടിങ് ഫാക്ടേഴ്സ് 1 divided by 1.12.
സോ ഇതിനെയും ഇനി നമ്മൾ ഈ രണ്ട് കോളം അറ്റ് 5%ഉം അതിൻ്റെ പി വിനെയും ഇഗ്നോർ ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യണം, ഈ ക്യാഷ് ഔട്ട്ഫ്ലോനെ 12% ആയിരുന്നു ഡി എഫ് ഡിസ്കൗണ്ടിങ് ഫാക്ടർ എങ്കിൽ എത്രയായിരുന്നു പി വി വേണ്ടതെന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. കോളം 2 ആൻഡ് കോളം 5 മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ ഈ ലാസ്റ്റ് കോളത്തിൽ എഴുതുക. 44,645 1000 into 0.7972 which is 39,860. So 12,710. So which means ആദ്യത്തെ ക്യാഷ് ഔട്ട്ഫ്ലോ ഓഫ് ഡൗൺ പേയ്മെൻറ്റ് 30,000 തന്നെയാണ്, കാരണം അത് പേ ചെയ്യുന്നതും ഇയർ 0-ലാണ്. രണ്ടാമത്തെ എടുക്കുക 12% ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരു ബാങ്കിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് ഇയർ 0-ൽ 44,000 സംതിങ് ഇൻവെസ്റ്റ് ചെയ്താൽ 12% ഇൻട്രസ്റ്റും കൂടെ ആഡായി ഒരു വർഷം കഴിയുമ്പോൾ 50,000 നമ്മൾക്ക് കിട്ടും. അതായത് ഇൻട്രസ്റ്റ് കൂടുന്ന അനുസരിച്ച് നമ്മൾ ഇന്ന് ഹോൾഡ് ചെയ്യേണ്ട പ്രസൻറ്റ് വാല്യൂ കുറവ് മതി, കാരണം ഇൻട്രസ്റ്റ് അത്രയും കൂടെ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. സോ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. വേറെൻ നിങ്ങൾ എടുത്തിരിക്കുന്ന ഓരോ റേറ്റും ഇനി 5ഉം 12ഉം തന്നെ നിങ്ങൾക്ക് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ തോന്നുകയാണ് 7%ഉം 10%ഉം എടുത്താൽ മതി, അങ്ങനെ എടുത്തോളുക, നോ പ്രോബ്ലം. അതുകൊണ്ടാണ് പറഞ്ഞത് IRR ഇസ് എ ഗെസ്സിങ് റേറ്റ് വർക്ക്, അല്ലെങ്കിൽ ഇന്റർപോളേഷൻ ആണ്. ശരിയാവണമെന്നില്ല, ശരിയാകാനും സാധ്യതയുണ്ട്. സോ ഇപ്പോൾ തെറ്റാണെങ്കിൽ വീണ്ടും, അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടേണ്ട ഒരു ബ്രാക്കറ്റ് വരുന്നില്ലെങ്കിൽ വീണ്ടും ഒരു റേറ്റ് നമ്മൾ ഗസ് ചെയ്യണം. ഞാൻ ജനറലി എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ജനറലി പ്രിസ്ക്രൈബ് ചെയ്യുന്നത് സമയം ലാഭിക്കാൻ, അത് ഒത്തിരി റേറ്റ് വരാതിരിക്കാൻ, ഏറ്റവും മിനിമം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്ന ഇൻട്രസ്റ്റിൻ്റെ ഏകദേശം അടുത്ത് ഒരു ലോവർ ലിമിറ്റ് ഫിക്സ് ചെയ്യുക, അത്യാവശ്യം ഒരു നല്ല ബ്രാക്കറ്റിൽ അപ്പർ ലിമിറ്റ് ഫിക്സ് ചെയ്യുക. 15-20% വരെ ഒന്നും പോകണമെന്ന് നിർബന്ധമില്ല, കാരണം അത്രയൊന്നും കിട്ടാൻ ഇപ്പോൾ ഇന്ത്യൻ എക്കണോമിയിൽ അങ്ങനെ അത്രയും റേറ്റ് ഓഫ് റിട്ടേൺ ഒന്നും ഒരു റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ല, കുറവാണ് അല്ലേ. അപ്പോൾ കിട്ടാൻ പറ്റുന്ന മാക്സിമം ഒരു 10-12% അത്രയും വരെയൊക്കെ ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് വേണ്ട മറ്റത് വർക്കൗട്ട് ചെയ്യണം നോക്കുകയെങ്കിൽ നിങ്ങൾ ഓരോ റേറ്റും കൂടി എടുത്ത് ഇവിടെ വർക്കൗട്ട് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇനി ചെയ്യേണ്ടത് നിങ്ങൾ എടുത്തിരിക്കുന്ന റേറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ പ്രസൻറ്റ് വാല്യൂസിനെ ടോട്ടൽ ചെയ്യുക. സോ ഫസ്റ്റ് 1,65,341. $1,48,569. ഇത്രയും കിട്ടിയല്ലോ. ഇനി നമ്മൾക്ക് നോക്കേണ്ടത് ഈ പെർസെൻറ്റേജ് എടുത്തിരിക്കുന്നത് കറക്റ്റാണ്. എങ്ങനെ ചെക്ക് ചെയ്യണം? IRR കണ്ടുപിടിക്കാൻ നമ്മൾ ഈ കമ്പ്യൂട്ടേഷൻസ് ഒക്കെ നടത്തിയത് എന്തിനായിരുന്നു? ബിക്കോസ് IRRൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ഈ പ്രസൻറ്റ് വാല്യൂവിൻ്റെ ടോട്ടൽസും ക്യാഷ് പ്രൈസ് ഓഫ് ദാറ്റ് അസറ്റും ഈക്വൽ ആകുന്ന റേറ്റ് ആണ് IRR എന്നല്ലേ. ക്യാഷ് പ്രൈസ് ഓഫ് ദ അസറ്റ് എത്ര ഉണ്ടായിരുന്നു? 1,50,000. അതായത് ഏതോ ഒരു റേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ പ്രസൻറ്റ് വാല്യൂ ഈ മോഡലിൽ കമ്പ്യൂട്ട് ചെയ്ത് വന്ന് ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1.5 ലക്ഷം കിട്ടും. പക്ഷെ നമുക്ക് 1.5 ലക്ഷം കിട്ടിയോ? 2 റേറ്റ് എടുത്തപ്പോഴും 1.5 ലക്ഷം കിട്ടിയിട്ടില്ല. അതായത് അതിൻ്റെ അർത്ഥം ഈ 2 റേറ്റിൻ്റെ ഉള്ളിൽ എവിടെയോ ആണ് 1.5 ലക്ഷം. ഇനി ഉള്ളിൽ എവിടെയോ ആണ് 1.5 ലക്ഷം എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇതിന് വെളിയിലായിക്കൂടെ? ആകാൻ സാധ്യതയില്ല. വൈ? ഈ കിട്ടുന്ന 2 ടോട്ടൽസും നോക്കുക. ഈ 2 ടോട്ടലിൻ്റെ ഇടയിലാണ്, മിഡിൽ എവിടെ വേണേ, എക്സാക്ട് മിഡിൽ അല്ല ഉദ്ദേശിക്കുന്നത്, ഈ 2 ടോട്ടൽസിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലുമാണ് നമ്മൾക്ക് അറൈവ് ചെയ്യേണ്ട ക്യാഷ് പ്രൈസ് എങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന റേറ്റ്സ് കറക്റ്റാണ്. ഇത് വെച്ചിട്ട് ആക്ച്വൽ IRRലേക്ക് നമ്മൾക്ക് പോകാൻ പറ്റും. ഇനി
അൺഫോർച്ചുനേറ്റ്ലി 5% എടുത്തത് ജസ്റ്റ് അസ്യൂം ചെയ്യുക കേട്ടോ. 5% എടുത്തത് അല്ലെങ്കിൽ 12% മാറ്റിയിട്ട് നിങ്ങൾ 10% ആണ് അപ്ലൈ ചെയ്തതെന്ന് വിചാരിക്കാം. 10% ഇത് ഈ രണ്ട് കോളംസ് ഇല്ല, 12%ൻ്റെയും അതിൻ്റെ പീരിയഡ് 10%ൻ്റെ വെച്ച് നിങ്ങൾ ഡിസ്കൗണ്ടിങ് ഫാക്ടർ എല്ലാം കണ്ടുപിടിച്ചു. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂസ് എല്ലാം എഴുതി ടോട്ടൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് അൺഫോർച്ചുനേറ്റ്ലി 1,55,000 ആണെന്ന് വെക്കുക. അപ്പോൾ നമ്മൾക്ക് കമ്പയർ ചെയ്യാൻ ഏതൊക്കെയുള്ളൂ? 5%ൻ്റെ 1,65,351 1,55,000. ഈ രണ്ട് എമൗണ്ടിൻ്റെയും ഇടയിലാണോ 1,50,000 ഉള്ളത്? അല്ല, ഇത് രണ്ടിൻ്റെയും ഇടയിലല്ല. 1,55,000 കഴിഞ്ഞും ഒരു സ്മോളർ എമൗണ്ട് കിട്ടിയാൽ മാത്രം അതിൻ്റെ ബ്രാക്കറ്റിൽ വരുമെന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തായി? നിങ്ങൾ എടുക്കുന്ന പെർസെൻറ്റേജസ് വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ ടോട്ടൽ PV ആയിട്ട് കിട്ടേണ്ട രണ്ട് ലിമിറ്റിനുള്ളിലായിരിക്കണം ക്യാഷ് പ്രൈസ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എമൗണ്ട് വരേണ്ടത്. അത് തെറ്റാണെങ്കിൽ, അത് വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ വീണ്ടും ഒരു റേറ്റ് അപ്ലൈ ചെയ്യണം. ഇനി എങ്ങനെയാണ് വീണ്ടും ഒരു റേറ്റ് അപ്ലൈ ചെയ്യേണ്ടത്? 12% കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ 14%, 13%, ഇപ്പോൾ ഈ ട്രെൻഡ് കണ്ടാൽ അറിയാം. 5% ആയിരുന്നു ഡിസ്കൗണ്ടിങ് ഫാക്ടർ എങ്കിൽ 1,60,000 വന്നു. 12% ആയപ്പോൾ 1,48,000 ആയി അല്ലേ? പെർസെൻറ്റേജ് കൂടുന്നതനുസരിച്ച് ടോട്ടൽ PV കുറയുകയാണ്. സോ നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെ ആൻസർ വർക്ക്ഔട്ട് ചെയ്യുക. അപ്പം 1,48,000 അല്ല, ഇവിടെ 1,58,000 ആയിരുന്നു എന്ന് വെക്കുക. ടോട്ടൽ ചെയ്യുമ്പോൾ 1,58,000 നമ്മൾക്ക് കിട്ടേണ്ടത് എന്തായിരുന്നു? 1,50,000 അല്ലേ? അപ്പോൾ ഡൗൺവേർഡ് ട്രെൻഡാണ്. 5% 1,60,000 ആയിരുന്നു. 12% 1,58,000 ആണെങ്കിൽ 1,50,000 കിട്ടാൻ 12 കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒരു 15% എടുക്കുക. ഇനി തിരിച്ചായിരുന്നു, അതായത് നിങ്ങൾക്ക് കിട്ടിയ എമൗണ്ട് ഈ 1,65,000 എന്നുള്ളത് 1,47,000 കിട്ടിയിട്ടുള്ളൂ, 48,600 ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ബ്രാക്കറ്റിലും അല്ല, നിങ്ങൾ പെർസെൻറ്റേജ് കുറയ്ക്കണം. 5% എന്നുള്ള 4%. അപ്പോൾ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഏതാണോ കറക്റ്റ് എന്ന് നമ്മൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് ഫിക്സഡ് ദാറ്റ് റേറ്റ് ഓർ 2 ലിമിറ്റ്സ് വേറൻ ആ രണ്ട് എമൗണ്ടുകളുടെ PVയുടെ ഇടയ്ക്കായിരിക്കണം 1,50,000 എന്ന് പറയുന്ന ക്യാഷ് പ്രൈസ്. അപ്പോൾ ഈ 2% കൊണ്ട് കമ്പ്യൂട്ടേഷൻ നിൽക്കണമെന്നില്ല, വീണ്ടും 1-2% വീണ്ടും ഇതേപോലെ കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇത്രയും ക്ലിയർ ആയിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ IRR ഇതുവരെയും കണ്ടുപിടിച്ചില്ല. IRR കണ്ടുപിടിക്കാൻ ഈ രണ്ട് ബ്രാക്കറ്റിനുള്ളിൽ 1,50,000 എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് IRR കമ്പ്യൂട്ടേഷൻ. IRR is equal to, അതായത് ദാറ്റ് റേറ്റ് വിച്ച് ഈക്വൽസ്, അപ്പോൾ നമ്മൾക്കറിയാം 1,50,000 കിട്ടണമെങ്കിൽ 5-ൻ്റെയും 12-ൻ്റെയും ഇടയ്ക്ക് എവിടെയെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ? അതെങ്ങനെയെന്ന് കണ്ടുപിടിക്കാനാണ് അടുത്ത ഫോർമുല, വിച്ച് ഇസ് IRR is the lowest percentage that you have chosen. And ഏതൊക്കെ പെർസെൻറ്റേജസ് ആണ് എടുക്കേണ്ടത്? ഏതൊക്കെ പെർസെൻറ്റേജിൻ്റെ ബ്രാക്കറ്റിനുള്ളിലാണോ 1,50,000? I am making it very clear. ഇവിടെ ഞാൻ 5% ഇപ്പോൾ എടുക്കുന്നത് എനിക്ക് കിട്ടിയ ബ്രാക്കറ്റ് 1,50,000 5-ൻ്റെയും 12-ൻ്റെയും ഇടയിലാണ്. അതുകൊണ്ട് 5%, ലോവസ്റ്റ് പെർസെൻറ്റേജ് പ്ലസ് ലോവസ്റ്റ് പെർസെൻറ്റേജിൻ്റെ ടോട്ടൽ PV എടുക്കുക 155,341. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? നമ്മൾ അറൈവ് ചെയ്യേണ്ട ക്യാഷ് പ്രൈസ് കുറയ്ക്കുക 1,50,000 ഡിവൈഡഡ് ബൈ നമ്മൾ അവസാനമായിട്ട് ഫൈനലൈസ് ചെയ്തിരിക്കുന്ന 2% ഉണ്ടല്ലോ, അതിൻ്റെ PVകളുടെ ഡിഫറൻസ് എഴുതുക. സോ 1,65,341 മൈനസ് 148,569 into the difference between the two rates that you have applied. Clear ആയല്ലോ? ലോവസ്റ്റ് പെർസെൻറ്റേജ് ഏതൊക്കെ പെർസെൻറ്റേജസ് ആണ് ആദ്യം ഫിക്സ് ചെയ്യേണ്ടത്? ഇപ്പോൾ 2 അല്ല, 2-ൽ കൂടുതൽ പെർസെൻറ്റേജ് കമ്പ്യൂട്ടേഷൻ വരാം. പക്ഷെ അതിൽ ലോവസ്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യേണ്ടത് ആ 1,50,000 ബ്രാക്കറ്റിനുള്ളിൽ വരുന്ന ഒരു ലോവസ്റ്റും പിന്നെ അതിൻ്റെ തന്നെ ഹയസ്റ്റും. സോ അതിൻ്റെ ലോവസ്റ്റ് എഴുതുക, ആ പെർസെൻറ്റേജ് പ്ലസ് ലോവസ്റ്റ് പെർസെൻറ്റേജ് ഏതായിരുന്നോ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ടോട്ടൽ എടുക്കുക, അതിൽ നിന്ന് ക്യാഷ് പ്രൈസ് കുറയ്ക്കുക. ഈ
amountനെ total divide ചെയ്യുക. നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന രണ്ട് പെർസെൻറ്റേജസിൻ്റെ PV സബ്ട്രാക്ട് ചെയ്ത് ഡിനോമിനേറ്ററിൽ എഴുതുക. Multiplied by difference between the percentages and numbers, absolute numbers. So therefore, working out this formula, 5% plus 165 15,340 divided by 16,772 into 7. So 5% plus 6.402. എന്നിട്ട് ഇത് പെർസെൻറ്റേജ് ആക്കി എഴുതിയാൽ മതി. സോ ഇവിടെ അബ്സല്യൂട്ട് നമ്പേഴ്സ് ഞാൻ പറഞ്ഞു, അതായത് 100 മൾട്ടിപ്ലൈ ചെയ്തിരിക്കാനാണ് പറഞ്ഞത്. അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന ആൻസർ വിൽ ബി റെപ്രസെൻറ്റഡ് ആസ് എ പെർസെൻറ്റേജ്. സോ വിച്ച് മീൻസ് 5% പ്ലസ് 6.4 സംതിങ് പെർസെൻറ്റേജ് വിച്ച് ഇസ് 11.402. വേണേൽ റൗണ്ട് ഓഫ് ചെയ്തേക്കാം, 403%. So this is the rate at which the present value of all cash outflows would be equal to the cash price of the asset at 1,50,000. ഇതായിരിക്കും ഈ ക്വസ്റ്റ്യനിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടിയല്ലേ, ഇനി എന്ത് ചെയ്യണം? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഹൗ വിൽ യു കമ്പ്യൂട്ട് ഇൻട്രസ്റ്റ് എന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്ത് എഴുതിക്കൊള്ളുക. ഇപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടിയില്ലേ, നമുക്ക് എന്ത് വേണം? ഇൻട്രസ്റ്റ് അമൗണ്ട്സ് വേണ്ടേ ഇതുപോലെ. സോ ലെറ്റ് us find out that. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതുപോലെ ഓരോന്നും ഡൗൺ പേയ്മെൻറ്റ് വെച്ചിട്ട് എഴുതാം. അങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ എഴുതി പോയേക്കാം. Particulars total interest and cash price. Cash price of the asset. Cash price എഴുതുമ്പോൾ 1,50,000. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ഡൗൺ പേയ്മെൻറ്റ് കുറയ്ക്കണം, 30,000. So you arrive at 1,20,000. Balance outstanding after down payment. ഇനി ഇതിലായിരിക്കും ഇൻട്രസ്റ്റ് നമ്മൾ ആദ്യം കളക്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ? ഇൻട്രസ്റ്റ് അറ്റ് 11.403%. So which is 120,000 into 11.4%. 13,684. റൗണ്ട് ഓഫ് ഒക്കെ ചെയ്യുന്നുണ്ട്. ക്യാഷ് പ്രൈസ് ഇൻ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എത്രയായിരുന്നു? 50,000 ആയിരുന്നു നമ്മൾ കൊടുത്തത്. അതിൽ 3,000 സംതിങ് ഇൻട്രസ്റ്റ് ആണ്. സോ റിമൈനിങ് 36,316 ആണ് ഇൻട്രസ്റ്റ്, സോറി പ്രിൻസിപ്പൽ. സോ അത് ഇങ്ങോട്ടേക്ക് എഴുതുക. $83,684 balance outstanding after first installment. ഇനി അടുത്തത് വീണ്ടും ഇൻട്രസ്റ്റ് അറ്റ് 11.403%. Which is 9,543. So അതിലടങ്ങിയിരിക്കുന്ന ക്യാഷ് പ്രൈസ് ഇൻ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് 50,000 നിന്ന് ഈ 9,543 കുറയ്ക്കുക, which is 40,457. ഇത് നമ്മൾ അസർടൈൻമെന്റ് ഓഫ് ഇൻട്രസ്റ്റിനകത്തെ ആദ്യത്തെ
ആ മോഡലാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, ക്യാഷ് പ്രൈസും ഉണ്ട്, ക്യാഷ് പ്രൈസും ഉണ്ട്, ആൻഡ് ഓൾസോ amount of installments ഉണ്ട്. Yeah. So 83,684 minus so ഇത് ഞാൻ ഇങ്ങോട്ടേക്ക് bringing it here. If you see, you get some hundreds balance കിട്ടുന്നുണ്ട്. അത് ബിക്കോസ് നമ്മൾ എടുത്തിരിക്കുന്ന ഈ റേറ്റ് ശരിക്കും നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് വരുമ്പോൾ 11.403 അല്ല അല്ലേ, അതിനും കൂടുതൽ കുറേ ഡെസിമൽസ് ഉണ്ട്, നമ്മൾ അതിനെ ലിമിറ്റ് ചെയ്താണ്. അപ്പോൾ ആ ഡെസിമൽ ഫുള്ളി 10 ഡിജിറ്റ്സ് ഉള്ളത് അത്രയും തന്നെ എടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സാക്ട്ലി കിട്ടുകയുള്ളൂ. ഒരു റൗണ്ട് ഓഫ് ഡിഫറൻസ് വരും ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് നിങ്ങൾ ആ പെർസെൻറ്റേജ് എടുത്തപ്പോൾ നമ്മൾ ആ ഫുള്ള് ഡിജിറ്റ്സും എടുത്തിട്ടില്ല, ലിമിറ്റ് ചെയ്തു, അതുകൊണ്ട് വരുന്ന റൗണ്ടിങ് ഓഫ് ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് ഫൈൻ. അപ്പോൾ IRR എടുക്കുമ്പോൾ അങ്ങനത്തെ ഉള്ള ചില പ്രശ്നങ്ങൾ വരും. ബട്ട് എനിവേ നമ്മൾ IRR എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇൻട്രസ്റ്റ് എമൗണ്ട്സ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് ചെയ്ത മെത്തേഡിൽ നിന്നാണ്. സോ ദർ വോണ്ട് ബി എനി ബാലൻസിങ് ഫിഗർ. ജസ്റ്റ് ടു ലെറ്റ് യു നോ, ഇഫ് യു ഫീൽ ദാറ്റ് ഇങ്ങനെ ബാലൻസ് വരാൻ സാധ്യതയുള്ള ഒരു കാര്യം ചെയ്യാം, 5 ഡിജിറ്റ്സ് അല്ലെങ്കിൽ ഡെസിമൽ കഴിഞ്ഞിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ എടുക്കാം. Yeah, that is your choice. So 30,226. So if we can see here, നമ്മൾക്ക് ഇൻട്രസ്റ്റ് കിട്ടിയത് ശരിക്കും 30,000 ആയിരുന്നു ഇൻ ടോട്ടൽ വരേണ്ടത് അല്ലേ, പക്ഷെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് വന്നപ്പോൾ ഒരു 226 എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അതാ റൗണ്ടിങ് ഓഫ് ഡിഫറൻസ് ആണ്. സോ ദാറ്റ് ഈസ് ഫൈൻ. ഇവിടെ കിട്ടേണ്ടത് ക്യാഷ് പ്രൈസ് ആണ്. ടോട്ടൽ ക്യാഷ് പ്രൈസ് ആയ 50,000, 1,50,000. പക്ഷെ അതും നമ്മൾക്ക് കിട്ടില്ല. ആ 226 ഡിഫറൻസ് ഇതിലേക്കും വരും. So this is how you will compute IRR വെച്ചിട്ട് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ടേഷൻസ്. ആൻഡ് IRR കമ്പ്യൂട്ട് ചെയ്യാൻ നേരത്തെ ഇന്റർപൊളേഷൻ കാണും. അതായത് 5N ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി 12% 1,51,000 ആയിരുന്നെങ്കിൽ ഈ രണ്ട് ബ്രാക്കറ്റിനുള്ളിൽ 1,50,000 വരുന്നില്ല അല്ലേ. അപ്പോൾ വീണ്ടും അടുത്തൊരു റേറ്റ് നമ്മൾ എടുക്കണം. അപ്പോൾ ഇങ്ങനെ റേറ്റ് എടുത്തെടുത്ത് പോകുന്നതിനെയാണ് ഇന്റർപൊളേഷൻ എന്ന് പറയുന്നത്. നമ്മൾക്ക് അറിയില്ല, ഗസ് വർക്കാണ് ഒരു പരിധി വരെ.
So this is how you will compute IRR വെച്ചിട്ട് interest. So first part കഴിഞ്ഞു. Calculate total interest and interest included in each installment. ഇനി അടുത്തത് എന്തായിരുന്നു? Prepare VAN account, Ganesh Enterprise account in the books. അതായത് ഹയർ പർച്ചേസറിൻ്റെ ബുക്സിൽ അസറ്റ് അക്കൗണ്ടും ഹയർ വെൻഡറിൻ്റെ അക്കൗണ്ടും ഓപ്പൺ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. ഇതാണ് മേജർ പാർട്ട് വിച്ച് ഈസ് റിലേറ്റഡ് ടു ദി ജേർണൽ എൻട്രീസ് ദാറ്റ് വി ഡിസ്കസ്ഡ് ഇൻ ലാസ്റ്റ് ക്ലാസ്. So VAN account and Ganesh Enterprise അല്ലേ? ഗണേഷ് എൻ്റർപ്രൈസ്. ഗണേഷ് എൻ്റർപ്രൈസ് നമ്മളൊരു കോമൺ പേര് കൊടുത്തതാണ് ഹയർ വെൻഡർ എന്നുള്ളത്. എനിവേ ഇവിടെ നമ്മൾക്ക് ഡയറക്റ്റ്ലി പേര് കൊടുക്കും. ഇനി ജേർണൽസ് ഒക്കെ ഒന്ന് ആലോചിക്കുക. ഹയർ പർച്ചേസറിൻ്റെ ബുക്സിലാണ് അസറ്റ് കിട്ടുമ്പോൾ എഗ്രിമെൻറ്റ് വരുമ്പോൾ തന്നെ എന്തായിരുന്നു എൻട്രി? ഏത് മെത്തേഡ് ഫോളോ ചെയ്യണം? ഇനി അതും ഒരു ചോദ്യമാണ് അല്ലേ? രണ്ട് മെത്തേഡ് ഉണ്ട്, ക്യാഷ് പ്രൈസ് മെത്തേഡും ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡും. ക്വസ്റ്റനിൽ സ്പെസിഫിക്കലി ഒരു ഇൻഡിക്കേഷനും തരുന്നില്ല ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് എങ്കിൽ എപ്പോഴും ഏത് ഫോളോ ചെയ്താൽ മതി? ക്യാഷ് പ്രൈസ് ചെയ്താൽ മതി. പക്ഷെ ക്വസ്റ്റനിൽ ഇൻട്രസ്റ്റ് സസ്പെൻസ് എന്നൊരു ലെഡ്ജർ തരികയോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡ് ഫോളോ ചെയ്യണോ എന്നൊക്കെ പറഞ്ഞ് ഇൻഫർമേഷൻ തരികയാണെങ്കിൽ ദെൻ യു ഗോ ഫോർ ഇൻട്രസ്റ്റ് സസ്പെൻസ്. ക്വസ്റ്റ്യൻ സൈലന്റ് ആണെങ്കിൽ എപ്പോഴും ക്യാഷ് പ്രൈസ് മെത്തേഡ്. ഇനി ഹയർ വെൻഡറിന്റെ ബുക്സ് ചോദിക്കുകയാണെങ്കിലും സെയിം വേ. ഹയർ വെൻഡറിന്റെ ചോദിക്കുമ്പോഴും ഇൻട്രസ്റ്റ് സസ്പെൻസ് എന്ന് സ്പെസിഫിക്കലി പറഞ്ഞാൽ മാത്രം അത് എടുത്താൽ മതി, അല്ലെങ്കിൽ ഏത് മെത്തേഡ് ഫോളോ ചെയ്താൽ മതി? സെയിൽസ് മെത്തേഡ്. സോ ഇവിടെ നമ്മളോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. സോ ഹയർ പർച്ചേസറിന്റെ ക്യാഷ് പ്രൈസ് മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യും. ആദ്യത്തെ എൻട്രി അറ്റ് ദ ടൈം ഓഫ് എൻറ്ററിംഗ് ഇൻ ടു എഗ്രിമെന്റ് അസറ്റ് ഓൺ ഹയർ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെൻഡർ. ഏത് പ്രൈസിനാണ്? ഫുൾ cash price അല്ലേ? So therefore ഡേറ്റ് ഉണ്ടോ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ? 1/4/2014 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡേറ്റും വേണം കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ. അസറ്റിനെ ഡെബിറ്റ് ചെയ്യുക 1/4/2014 ആരെ വെച്ചിട്ട്? ടു ഗണേഷ് എൻ്റർപ്രൈസ്. ഏത് പ്രൈസിനാണ് നമ്മൾ അസറ്റ് റെക്കോർഡ് ചെയ്യേണ്ടത്? എപ്പോഴും ക്യാഷ് പ്രൈസ് വിച്ച് വാസ് 1,50,000. ഇമ്മീഡിയറ്റ്ലി ഗണേഷ് എൻ്റർപ്രൈസിലും പോയി പോസ്റ്റ് ചെയ്തോളുക ഓൺ 1/4/2014 ബൈ വാൻ. ഇവിടെ ബൈ വാൻ എന്ന് മാത്രം എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നുകൊണ്ടാണ്. ഇഫ് യു വാണ്ട് ടു എലാബറേറ്റ് ഇറ്റ് യു ക്യാൻ റൈറ്റ് വാൻ ഓൺ ഹയർ പർച്ചേസ്. സോ ആദ്യത്തെ എൻട്രി കഴിഞ്ഞു. അടുത്തത് എന്തായിരുന്നു എൻട്രി? ക്യാഷ് പ്രൈസ് മെത്തേഡിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. അടുത്ത് എന്തായിരുന്നു എൻട്രി? ഇപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ഇവിടെ വരുന്നില്ല. അടുത്തത് ഡൗൺ പേയ്മെൻറ്റ്. ഹയർ വെൻഡറിൻ്റെ കയ്യിൽ നിന്ന് ഡൗൺ പേയ്മെൻറ്റ് കിട്ടുന്നു. ഹയർ വെൻഡറിനെ ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുക. അയാൾ നമ്മൾ അയാൾക്ക് കാശ് കൊടുത്തു വിട്ടു അല്ലേ? അപ്പോൾ ഹയർ പർച്ചേസറിൻ്റെ ലയബിലിറ്റി കുറയുകയാണ്. സോ ആ ലയബിലിറ്റി അക്കൗണ്ടിന് ഡൗൺ പേയ്മെൻറ്റ് നടക്കുന്നത് ഇയർ 0 നമ്മൾ പറഞ്ഞു, അതായത് സെയിം ഡേറ്റിൽ തന്നെ. സോ 1/4/16 നമ്മൾ ക്യാഷ് കൊടുത്തു വിട്ടു. ഹൗ മച്ച് ചൂസ് ദാറ്റ്? ഐ തിങ്ക് 30,000 അല്ലേ? ക്യാഷ് ബാങ്ക് പറയുന്നില്ല, ഏത് വേണമെങ്കിലും ചൂസ് ചെയ്തോളൂ. വാൻ അക്കൗണ്ടിന് ഇത് എഫക്റ്റീവോ? ഇല്ല, ക്യാഷിന് വരുന്നുള്ളൂ. ഇനി അടുത്ത എൻട്രി എന്തായിരുന്നു? നിങ്ങൾ നിങ്ങളുടെ ഹാൻഡ് ഔട്ടിൽ നോക്കി എൻട്രീസ് വായിച്ചോളുക. അടുത്ത എൻട്രി എന്തായിരുന്നു? വെൻ ഇൻസ്റ്റാൾമെന്റ് ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ ആ വർഷം ആ ദിവസം പ്രത്യേകിച്ച് ഒരു എൻട്രി ഇല്ല. അടുത്ത എൻട്രി എന്നാ വരുന്നത്? ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് ഡ്യൂ ആകുമ്പോൾ. അത് ഒരു വർഷമാണോ, ഹാഫ് ഇയർലി ആണോ, ക്വാർട്ടർലി ആണോ എന്നൊക്കെ നമ്മൾ നോക്കണം. ഇൻസ്റ്റാൾമെന്റ് ഡ്യൂ ആകുമ്പോൾ ഇൻട്രസ്റ്റ് ആദ്യം റെക്കോർഡ് ചെയ്യണം, പിന്നെ ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുന്നത് ഡിപ്രിസിയേഷൻ ആൻഡ് ക്ലോസിംഗ് ഇൻട്രസ്റ്റ്. ഇനി ഞാൻ ജേർണൽ എൻട്രീസ് കാണിക്കില്ല, നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ ഹാൻഡ് ഔട്ടിൽ നോക്കി എഴുതിക്കൊള്ളുക കേട്ടോ. ഓർഡർ മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. സോ അടുത്ത ട്രാൻസാക്ഷൻ എന്തായിരുന്നു? ഇൻസ്റ്റാൾമെന്റ് ഡ്യൂ ആകുന്നു. ഇൻസ്റ്റാൾമെന്റ് എന്നാ ഡ്യൂ ആകുന്നത്? ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഓരോ ഇൻസ്റ്റാൾമെന്റും ഓരോ വർഷം കഴിഞ്ഞിട്ടാണ്, അതായത് ഇയർലി ഉള്ള ഇൻസ്റ്റാൾമെന്റ് ഡ്യൂ ആണ് അല്ലേ? സോ വിച്ച് മീൻസ് ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് എന്ന് ഡ്യൂ ആകും? ആ വർഷം അവസാനം അല്ലേ? 1 ഏപ്രിലാണ് നമ്മളിത് എടുത്തെങ്കിൽ ആദ്യം എന്നത് ഡ്യൂ ആവും? 31/3 അത് ഡ്യൂ ആകും. സോ എൻട്രി എന്തായിരുന്നു? ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ് എന്നും ഹയർ പർച്ചേസറിൻ്റെ ആണ്. ഇൻട്രസ്റ്റ് ഒരു എക്സ്പെൻസ് ആണ്. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ്
ആർക്കാണ് ഞാൻ ഇൻട്രസ്റ്റും കൂടെ കൊടുക്കേണ്ടത്? ഗണേഷ് എൻ്റർപ്രൈസ് ആയ ഹയർ വെണ്ടറിനല്ലേ. സോ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഹയർ വെണ്ടർ. സോ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറയുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെ ജസ്റ്റ് ഒരു പോസ്റ്റിംഗ്, ഒരു സൈഡ് മാത്രമേ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ അവിടെ നമ്മൾ ഡെബിറ്റ് ചെയ്തതാണ്. സോ എത്രയാണ് എമൗണ്ട്? ആ എമൗണ്ട്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് മെത്തേഡ് വഴി എടുത്ത ആ കമ്പ്യൂട്ടേഷനാണ്. കാരണം എക്സാക്ട്ലി നമ്മൾക്ക് 30,000 കിട്ടുന്നുണ്ട്. IRR വഴിയുള്ളത് എടുത്താൽ ആ 226 ഡിഫറൻസ് വന്നിരിക്കും. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഞാൻ അവോയ്ഡ് ചെയ്യുന്നു. ഓക്കെ, സോ 14,063 ആണ് ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റിനുള്ള ഇൻട്രസ്റ്റ്. സോ റെക്കോർഡ് ദാറ്റ് 14,063. വൺസ് യു റെക്കോർഡ് ഇൻട്രസ്റ്റ് ബീങ് ഡ്യൂ, അടുത്തത് എന്തായിരുന്നു? ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുക. ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് അടയ്ക്കണം? ആ ഡ്യൂ ആകുന്നത്, അതായത് 31/3/15 ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കണം ടു ക്യാഷ്. ഇനി ഇവിടെ രണ്ടും ക്യാഷ് വരുന്ന കാരണം നിങ്ങൾ ബ്രാക്കറ്റിൽ ഇതൊന്ന് സ്പെസിഫൈ ചെയ്തേക്കാം, ഡൗൺ പേയ്മെൻറ്റ് ആണോ ഇത് ഇൻസ്റ്റാൾമെൻറ്റ് ആണ് അല്ലേ. ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ് നമ്മൾ അടയ്ക്കേണ്ടത്? 50,000, അതായത് ഈ ഇൻട്രസ്റ്റും കൂടെ ചേർത്തുള്ള 50,000. സോ ബാലൻസ് ആയിരിക്കും നമ്മൾ ഇനിയും ഹയർ വെണ്ടറിന് ഞാൻ കൊടുത്ത് തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് ക്യാരി ഫോർ ബാലൻസിങ് ഫിഗർ. സോ ഹൗ മച്ച് ഇസ് ദാറ്റ്? 1,64,063 minus 80,000, 84,063. ഇത്രയും ക്ലിയർ ആയല്ലോ. സോ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റും കഴിഞ്ഞു. അടുത്തത് എന്തായിരുന്നു നമ്മളുടെ ഓർഡറിലുണ്ടായിരുന്നത്? ഡിപ്രിസിയേഷൻ. അസറ്റിന് ചാർജ് ചെയ്യണം വേണ്ടേ? എല്ലാ വർഷവും ഈ ഡിപ്രിസിയേഷനൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യും. അത് ഹയർ വെണ്ടറിന് മാത്രമാണോ റെക്കോർഡ് ചെയ്യേണ്ടത്? അല്ല. സോ നെക്സ്റ്റ് ഇസ് ചാർജിങ് ഡിപ്രിസിയേഷൻ ഓൺ 31/3/15 ബൈ ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ എത്രയായിരുന്നു ചാർജ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ? ഡിപ്രിസിയേഷൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 10% WDV ചാർജ് ചെയ്യാനാണ്. So depreciation 10% on 1,50,000 which is 15,000. ഇതിൻ്റെ കമ്പ്യൂട്ടേഷനൊക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണിക്കാം. വേണ്ട ഒരു വർക്കിംഗ് നോട്ട് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. വാട്ട് എവർ ഇസ് യുവർ കംഫർട്ട് ആൻഡ് പ്രസൻറ്റേഷൻ എത്ര ഭംഗിയാക്കാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ പ്രസൻറ്റ് ചെയ്തോളൂ. സോ ബാക്കി ബാലൻസ് നമ്മൾ അസറ്റിൻ്റെ വാല്യൂ ആയിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യും, 1,35,000. സോ ഫസ്റ്റ് ഇയറിലെ ഡിപ്രിസിയേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ ഓർഡറിലുണ്ടായിരുന്നത് ഈ ഇൻട്രസ്റ്റും ഡിപ്രിസിയേഷനും റവന്യൂ ഐറ്റം കാറ്റഗറിയിലുള്ള എലമെൻറ്റ്സ് ആണ്, ലെഡ്ജേഴ്സ് ആണ്. അതിനെയൊക്കെ P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പക്ഷെ P&Lലേക്കുള്ള ട്രാൻസ്ഫർ ഒന്നും നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടില്ല. ആൻഡ് ഇൻട്രസ്റ്റ് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു പോയിന്റ് എഴുതേണ്ട കാര്യമില്ല. അത് എഴുതിയെന്ന് വെച്ച് നിങ്ങൾക്ക് ആഡഡ് പോയിന്റ് ഒന്നും കിട്ടില്ല. അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് സമയം ലാഭിക്കാം. സോ നെക്സ്റ്റ് അടുത്ത വർഷം വീണ്ടും എന്ത് സംഭവിക്കുന്നു? ഈ ബാലൻസ് ക്യാരി ഫോർവേഡ് ഒക്കെ നമ്മൾ തിരികെ അടുത്ത ബുക്സിലേക്ക് കൊണ്ടുവരുന്നു. So by balance brought down 84,063. Asset indeyum let us bring it down 1,452. Balance brought down 1,35,000. ഇനി രണ്ടാമത്തെ വർഷം ഡൗൺ പേയ്മെൻറ്റിന് എന്തെങ്കിലും എൻട്രി വരുമോ? ഡൗൺ പേയ്മെൻറ്റ് ആദ്യത്തെ വർഷം മാത്രം നടക്കുന്നതാണ് അല്ലേ. ആദ്യത്തെ വർഷം മാത്രം നടക്കും. അപ്പോൾ രണ്ടാമത്തെ വർഷം തൊട്ട് ഏത് മാത്രമായിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നത്? ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ആകുന്നതും അതുവഴി ഇൻട്രസ്റ്റ് വരുന്നത്, പിന്നെ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നത്. സോ ദെയർഫോർ ഒരു വർഷം എല്ലാ വർഷവുമാണ് ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ആകുന്നത്. അപ്പോൾ അടുത്ത ഡേറ്റ് വരുന്നത് 31 മാർച്ചിന് ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്നു. ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ആകുന്നു, അതുവഴി ഇൻട്രസ്റ്റ്. ഇനി രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ ഇൻട്രസ്റ്റ് എത്ര ഉണ്ടായിരുന്നു? 9375. സോ 9375 റെക്കോർഡ് ചെയ്യുക. ആൻഡ് സെയിം ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നുണ്ട് ടു ക്യാഷ് എന്ന് പറഞ്ഞല്ലേ. ബ്രാക്കറ്റിൽ നമ്മൾക്ക് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് കൂടെ ഒന്ന് എഴുതിയേക്കാം, which was 50,000. So remaining will be taken as my balance carry forward in this account. So which is 84,000 plus 9375 minus 50,000, which is 43,438. So
ഈ ലെഡ്ജർ ക്ലോസ് ആയി. ഇനി രണ്ടാമത്തെ വർഷവും അസറ്റിന് എന്ത് വരും? ഡിപ്രിസിയേഷൻ വരും. സോ 31/3/16 ഡിപ്രിസിയേഷൻ വരും. WDV മെത്തേഡ് ആണെന്നാണ് പറഞ്ഞത്. സോ ബാലൻസ് ഉള്ള 1,35,000-ൽ 10%. സോ വിച്ച് ഈസ് 13,500. And balance will be carried forward as asset in the back to cost. 1,21,500. Okay, and bring it as അടുത്ത വർഷം വീണ്ടും നമുക്ക് റെക്കോർഡ് ചെയ്യാം. ബാലൻസ് പ്രോഗ്രാം 1,21,500. ഇനി എന്ന് വരെയുള്ളതാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ജസ്റ്റ് അപ് ടു 31st March 2018 എന്ന് പറയുന്നത് അന്ന് വരെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി ഇവിടെ ഇങ്ങനെ ഒരു ഡേറ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും ഐഡിയലി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഇൻസ്റ്റാൾമെൻറ്റ് തീരുന്നെന്ന് വരെ. അങ്ങനെ സ്പെസിഫിക്കലി പറയാൻ കാരണം ഇൻസ്റ്റാൾമെൻറ്റ്സ് തീർന്നാലും അസറ്റിൻ്റെ വാല്യൂ മുഴുവൻ ഡിപ്രീഷിയേറ്റ് ആയി പോകണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല, അത് പിന്നെയും ലൈഫ് ഒത്തിരി കിട്ടുന്നതാണ് അല്ലേ. സോ അത്രയും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട. ക്വസ്റ്റ്യൻ സൈലൻ്റ് ആണെങ്കിൽ കൂടി ഇൻസ്റ്റാൾമെൻറ്റ് തീരുന്ന അന്ന് വരെ പ്രിപ്പയർ ചെയ്താൽ. സോ അസറ്റ് സെക്കൻഡ് ഇയർ കഴിഞ്ഞു. ഈ ലയബിലിറ്റി വെൻഡറിനെ നമുക്ക് വീണ്ടും ബ്രിങ് ബാക്ക് ചെയ്യാം ബൈ ബാലൻസ് പ്രോഗ്രാം 43,438. അഗൈൻ ഈ വർഷം അവസാനമാകുമ്പോൾ ഇൻട്രസ്റ്റ് ഡ്യൂ ആകും. എത്രയായിരുന്നു എമൗണ്ട് എന്ന് നോക്കാം. 4,687. സോ 4,687 ആൻഡ് അടുത്ത എൻട്രി വാസ് ഇൻസ്റ്റാൾമെൻറ്റ് ഗെറ്റിംഗ് പെയ്ഡ് ഓൺ 31/3/17 ആസ് ടു ക്യാഷ് ബ്രാക്കറ്റിൽ ഇൻസ്റ്റാൾമെൻറ്റ് 30,000 ആയിരുന്നു നമ്മൾ പേ ചെയ്യുന്നത്. സെയിം ഡേറ്റിൽ ബാക്കി നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യണം. സോ എമൗണ്ട് വിൽ ബി 43,438 പ്ലസ് 4,687 പ്ലസ് മൈനസ് 30,000, അതായത് 18,125 ആണ് മൂന്നാമത്തെ വർഷം ഹയർ വെൻഡറിൻ്റെ ക്ലോസിംഗ് ബാലൻസ്. ഇനി ഇത് നമുക്കൊന്ന് എടുത്തെഴുതിയേക്കാം. 17 by balance 18,120. ഇനി മൂന്നാമത്തെ വർഷം അസറ്റ് പോയി ക്ലോസ് ചെയ്യുക. വീണ്ടും WDV ആണ് ഫോളോ ചെയ്യേണ്ടത്. സോ ബൈ ഡിപ്രിസിയേഷൻ 1,21,500 മേൽ 10%. സോ വിച്ച് ഈസ് 12,150. Balance will be carried balancing figure 1,21,500 minus, which is 1,09,350. So on 1,417 to balance brought down 1,09,350. ഇനി നാലാമത്തെ വർഷം വന്നു. വീണ്ടും ആദ്യം വരുന്നത് ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്നു. ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ആകുന്നത് വഴി on 31/3/18 ബൈ ഇൻട്രസ്റ്റ്. അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റിലുള്ള ഇൻട്രസ്റ്റ് എത്രയെന്ന് നോക്കുക. ദാറ്റ് വാസ് 1,875. സോ 1,875 ആൻഡ് ഫൈനലി ആ ദിവസം തന്നെ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും നമ്മൾ പേ ചെയ്യുകയാണ്. 31/3/18 ടു ക്യാഷ് എന്ന് പറഞ്ഞ് ഇൻസ്റ്റാൾമെൻറ്റ്. ഹൗ മച്ച് ഷുഡ് ഹാവ് ബി പെയ്ഡ്? 20,000. ഇനി ഈ ലെഡ്ജർ ഒന്ന് ടാലി ചെയ്ത് നോക്കുക. എക്സാക്ട് 20,000 ടാലി ആയിപ്പോൾ. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് IRRൻ്റെ ഇൻട്രസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടാലി ആവാതെ 226 എക്സസ് കൊടുത്തു എന്നോ അങ്ങനെയൊക്കെ വന്ന് കിടക്കും. ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് ഞാൻ ഫസ്റ്റ് മെത്തേഡ് എടുത്തത്. IRR ചോദിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ക്വസ്റ്റനിൽ വർക്ക്ഔട്ട് ചെയ്താൽ മതി. സോ ക്ലിയർ ആയല്ലോ. സോ ഹയർ വെൻഡർ അക്കൗണ്ട് നമ്മൾ അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചും തീർത്തു. ഇനിയുള്ളത് നമ്മുടെ അസറ്റ് ആണ്. അസറ്റ് 31 മാർച്ച് വരെ അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം അല്ലേ. അപ്പോൾ അന്ന് വരെയുള്ള ഡിപ്രിസിയേഷൻ 1,09,350യുടെ 10%, which is 10,935. Remaining carry forward as asset in the worth 109,350 minus 10,935.
which is 98,415. With that, we will close asset account also. ഇനി asset account ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, എത്ര ലൈഫ് ഉണ്ടോ. പക്ഷെ ഹയർ വെൻഡറിന് നമ്മൾ 4 വർഷം കൊണ്ട്. അപ്പോൾ ഓർക്ക് ഒരിക്കലും ഹയർ വെൻഡറിൻ്റെ അക്കൗണ്ട് അസറ്റിൻ്റെ ലൈഫ് വരെ എക്സ്റ്റെൻഡ് ഒന്നും ചെയ്യില്ല അല്ലേ. നമ്മളിപ്പോൾ ഒരു കാർ ലോൺ എടുത്താൽ തന്നെ കാർ ലോൺ ചിലപ്പോൾ 5 കൊല്ലം കൊണ്ടായിരിക്കും നിങ്ങൾ അടച്ചു തീർക്കുന്നത്. പക്ഷേ ഒരു കാറിൻ്റെ അല്ലെങ്കിൽ ബൈക്കിനൊക്കെ 5 കൊല്ലം മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ യൂസ് ചെയ്യുന്നവർ കാണും ഇൻ റിയൽ ലൈഫ്. ബട്ട് ജനറലി വി സേ ദാറ്റ് ഒരു 15 വർഷം വരെ നമ്മൾക്ക് ഓടിക്കാൻ പറ്റും അല്ലേ, റിപ്പയർ ഒക്കെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അസറ്റിൻ്റെ ലൈഫ് ഇസ് അറ്റ്ലീസ്റ്റ് 10 to 15 years ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ അത്രയും നാളും നമ്മൾ ലോൺ ഹോൾഡ് ചെയ്യുമോ? ഇല്ല. ഇപ്പോൾ വീടുകളാണെങ്കിലും നമ്മൾ ലോണൊക്കെ എടുക്കുന്നത്, ഹൗസിംഗ് ലോൺ എടുത്താൽ ഒരു 10-20 കൊല്ലത്തേക്ക് എടുക്കും. പക്ഷെ ശരിക്കും വീട് 20 കൊല്ലം മാത്രം നിലനിൽക്കുള്ളൂ. അല്ല, ലൈഫ് ലോങ് നമ്മളുടെ തലമുറയ്ക്കും നമ്മളുടെ മക്കളുടെ തലമുറ വന്നാലും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വീട് പണിയുന്നത്. അതുകൊണ്ടാണ് അതിന് അസറ്റ് എന്ന് പറയുന്നത്. സോ 20 years മാത്രമല്ല ലോൺ അടച്ചു തീർക്കുന്ന ആ വർഷങ്ങൾ മാത്രമല്ല നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ടും അതിനൊരു ലൈഫ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ പേയ്മെൻറ്റ് നമ്മൾ അതിന് മുന്നേ തന്നെ കടബാധ്യതകളൊക്കെ തീർക്കാൻ നമ്മൾ ശ്രമിക്കും. അതേപോലെ തന്നെ ഹയർ വെൻഡർ 4 തവണ കൊണ്ട് നമ്മൾ അടച്ചു തീർക്കും. പക്ഷേ അസറ്റ് നമ്മൾക്ക് യൂസ് ചെയ്യാൻ, അപ്പം 4ാമത്തെ വർഷം കഴിയുമ്പോൾ ഈ അസറ്റ് ആരുടെ പേരിലേക്ക് മാറ്റി കിട്ടും? ഹയർ പർച്ചേസർ ആയ ക്വസ്റ്റ്യൻ ആയിരുന്നു ഹാപ്പി ഫ്ലോറിസ്റ്റ്. ഐ തിങ്ക് ഹാപ്പി വാലി ഫ്ലോറിസ്റ്റിന് ആ അസറ്റ് ലീഗലിയും ഡോക്യുമെൻ്റ് സൈൻ ചെയ്ത് കിട്ടും, എൻ്റെ അസറ്റാണ്. പിന്നെ അയാൾക്ക് ഈ ഡെലിവറി വാൻ എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാം, മറച്ചു വയ്ക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യും അല്ലേ. സോ ദിസ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 7. വളരെ സിമ്പിൾ ഒരു ചാപ്റ്ററാണ്. ജേർണൽ എൻട്രീസ് ഒക്കെ മനസ്സിലാക്കി ഈ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ടേഷനും ക്യാഷ് പ്രൈസ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് മാത്രമാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ്. അതറിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ്. ജേർണൽ ലെഡ്ജർ പ്രിപ്പറേഷനൊക്കെ നോക്കിയാൽ അറിയാം, റെപ്പറ്റീഷനാണ് എല്ലാ വർഷവും. ആദ്യത്തെ വർഷം മാത്രം ഒരു ഡൗൺ പേയ്മെൻറ്റ് അഡീഷണലി വരുന്നത്, ബാക്കി എല്ലാം സെയിം തന്നെയാണ് അല്ലേ. സോ മേക്ക് ഷുവർ ജേർണൽ എൻട്രീസ് നിങ്ങൾ നല്ലതാക്കി മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് വെരി ഈസി. സോ ലെറ്റ് us take up another question number 8 also. Let me just check mine. Yeah, okay, I'll give you one thing. Question number 10 is a homework question. I'll just read the question for you. On 1st Jan 2011, HP Messrs acquired a pickup van on hire purchase. So HP ആണ് hire purchaser, FM ആണ് hire vendor. The terms of the contract were as follows. Cash price 1,40,000 down payment ആയിട്ട് കൊടുക്കണം. ബാലൻസ് ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 20,000 പ്ലസ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ 20,000 തന്നിരിക്കുന്നത് ശരിക്കും പ്രിൻസിപ്പൽ പോർഷൻ മാത്രമേ ഉള്ളൂ. ഇൻട്രസ്റ്റ് സെപ്പറേറ്റ്ലി ചേർത്ത് കണ്ടുപിടിച്ച് ആഡ് ചെയ്ത് വേണം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കാൻ. അപ്പോൾ ഓരോ ഇൻസ്റ്റാൾമെൻറ്റും 20,000 പ്ലസ് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇത്രയും നേരം ചെയ്ത പ്രോബ്ലത്തിലൊക്കെ ടോട്ടൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിരുന്നു തന്നിരുന്നത്, അതിനുള്ളിലാണ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. ഇവിടെ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്ത് വേണം ഇൻസ്റ്റാൾമെൻറ്റിലേക്ക് എത്താൻ. ഇൻട്രസ്റ്റ് ചാർജബിൾ ഓൺ ദ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് വാസ് 6% per annum. എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണം തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ഔട്ട്സ്റ്റാൻഡിംഗ് പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ സ്റ്റേജ് എത്തുമ്പോഴും അതിന്മേൽ 6% അപ്ലൈ ചെയ്യും. സോ അതായത് ആദ്യത്തെ വർഷം കേസിൽ അല്ല ആദ്യത്തെ സിനാരിയോ മാത്രം എടുക്കാം. 1,00,000 ക്യാഷ് പ്രൈസ്. അതിൽ ഡൗൺ പേയ്മെൻറ്റ് പോയാൽ ബാക്കി എത്രയുണ്ട്? പ്രിൻസിപ്പൽ ഔട്ട്സ്റ്റാൻഡിംഗ് 60,000. ആ 60,000-മേൽ 6% ഇൻട്രസ്റ്റ് 3,600 ആയിരിക്കും ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൂടെ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് വിൽ ബി 20,000 പ്ലസ് 3,600. അപ്പോൾ ഈ 60 രണ്ടാമത്തെ വർഷമാകുമ്പോൾ 60-ൽ നിന്ന് ആദ്യത്തെ പ്രിൻസിപ്പൽ 20 പോയി, ബാക്കി എത്രയുണ്ട്? 40,000. ഈ 40,000-മേലായിരിക്കും അടുത്ത 6%, which is 2,400. So second installment will be 20,000 plus 2,400. അങ്ങനെ നിങ്ങൾ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യണം. Depreciation at 10% is to be written off using straight line method ആണ്. അതായത് ഒറ്റ ഒരു ഡിപ്രിസിയേഷൻ എമൗണ്ട് ആയിരിക്കും എല്ലാ വർഷവും റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്. ഇതിന് തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലം റിട്ടേൺ ഡൗൺ വാല്യൂ ആയിരുന്നു. ആ ഒരു ഡിഫറൻസ് മാത്രം. You are required to give journal entries and show relevant accounts in the books of HP Messrs from 1/1/2011 to 31st December. അതായത് HP എന്ന് വെച്ചാൽ ആരായിരുന്നു? ഹയർ പർച്ചേസർ. അയാളുടെ ബുക്സിലെ ജേർണൽ എൻട്രിയും റെക്കോർഡ് ചെയ്യണം, അക്കൗണ്ടും കാണിക്കണം, അതായത് ലെഡ്ജറും കാണിക്കണം. Show the relevant items in the balance sheet of the purchaser as on 31st December 2011 to അതായത്
ഈ പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ വഴി വന്ന ലെഡ്ജേഴ്സിൻ്റെ ഒക്കെ എക്സ്ട്രാക്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് എക്സ്ട്രാക്ട് കാണിക്കുക? ബാലൻസ് ഷീറ്റ് എന്ന് എഴുതുക, എക്സ്ട്രാക്ട് ആൻഡ് വിച്ച് എവർ ഐറ്റംസ് വിൽ കം. ഇഫ് ഇറ്റ് ഇസ് വാൻ ആണ് അസറ്റ് അല്ലേ, വാനിൻ്റെ എമൗണ്ട് അസ്യൂമിങ് ഇറ്റ് ഇസ് എത്രയായിരുന്നു, വാൻ 1 lakhൻ്റെ 10%, 90,000 എന്ന് വെക്കാം. ആദ്യത്തെ വർഷത്തെ ബാലൻസ് ഷീറ്റ് എക്സ്ട്രാക്ട് ഇയർ 1 ഡേറ്റ് ഒക്കെ എഴുതിക്കോളുക കേട്ടോ, അല്ലെങ്കിൽ ഇയർ എഴുതിക്കോളുക. 90,000. ഹയർ വെണ്ടർ, അതായത് FM മെസ്സേഴ്സ്, അവർക്ക് കൊടുത്ത് അവരുടെ ലയബിലിറ്റി ആയിട്ട് നമ്മൾ കൊടുത്ത് തീർക്കാനുള്ള ലയബിലിറ്റി ആയിട്ട് എത്ര ബാക്കി അവർക്ക് കൊടുക്കാനുണ്ടോ ആ എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ വരും. ഇതാണ് ബാലൻസ് ഷീറ്റ് എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി ബാലൻസ് ഷീറ്റിൽ വരുന്ന ഒരു ഐറ്റവും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല. ഈ ട്രാൻസാക്ഷൻ വഴി വരുന്ന ലെഡ്ജേഴ്സ് മാത്രം ബാലൻസ് ഷീറ്റിൽ ക്യാരി ഫോർവേഡ് ആവുന്നതിനെ മാത്രം കാണിക്കും. രണ്ടാമത്തെ വർഷം ഇത് തന്നെ എമൗണ്ട് മാറ്റി. അതാണ് എക്സ്ട്രാക്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. Also, assume that the hire purchaser adopted the interest suspense method. ഞാൻ പറഞ്ഞിരുന്നു ക്വസ്റ്റനിൽ മെത്തേഡ് സ്പെസിഫിക്കലി പറയുന്നില്ലെങ്കിൽ ക്യാഷ് പ്രൈസ് മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത് ഫുള്ളി ക്യാഷ് പ്രൈസ് മെത്തേഡിലാണ്. അതിനോടൊപ്പം assume that hire purchaser adopted interest suspense method ഫോളോ ചെയ്തു for recording his hire purchase transaction. Then on this basis prepare HP interest suspense account, interest account and FMSS accounts and balance sheet in the books of hire purchase. Yeah, so cash price method നിങ്ങൾ ഒന്ന് workout ചെയ്യുക. HP interest suspense, interest account and FMSS accounts and balance sheet. Interest suspense method I will show you in books how to record it. പക്ഷെ അതിൻ്റെ ജേണൽ എൻട്രീസ് നിങ്ങൾ തനിയെ വർക്ക്ഔട്ട് ചെയ്തോളൂ. Interest suspense account. അസറ്റ് സെപ്പറേറ്റ്ലി പിന്നെ ഇവിടെ എഴുതേണ്ട കാര്യമില്ല. ക്യാഷ് പ്രൈസ് ഓൾറെഡി വന്ന് കഴിഞ്ഞ സ്റ്റേജ് ആണ് അല്ലേ. സോ HP ഇൻട്രസ്റ്റ് സസ്പെൻസിലെ ഇൻട്രസ്റ്റ് എമൗണ്ട്സ് ഒക്കെ നമ്മൾക്കൊന്ന് റെക്കോർഡ് ചെയ്യാം. സോ ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്തായിരിക്കും? അസറ്റ് വാങ്ങിക്കുന്ന ട്രാൻസാക്ഷൻ അല്ലേ. അപ്പോൾ അസറ്റ് വാങ്ങിക്കുമ്പോൾ എൻട്രി 1/1/2011 അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഹയർ വെണ്ടർ FMSS. അപ്പോൾ FMSSന് എന്നാ ഡേറ്റ് 1/1 ഒരു ക്രെഡിറ്റ് വരും. 1/1/2011 ബൈ വാൻ എന്ന് പറഞ്ഞ് എമൗണ്ട് വാസ് ക്യാഷ് പ്രൈസ് 1 lakh. ഇനി എൻട്രി സസ്പെൻസ് മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം അപ്പോൾ തന്നെ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? ഇൻട്രസ്റ്റ്, ടോട്ടൽ ഇൻട്രസ്റ്റ് ഔട്ട് ഓഫ് ദിസ് ട്രാൻസാക്ഷനും കൂടെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഹയർ പർച്ചേസ് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെണ്ടർ. സോ അതാണ് അടുത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അതിന് ഇൻട്രസ്റ്റ് എത്രയുണ്ടെന്ന് കണ്ടുപിടിച്ചില്ലായിരുന്നു. ലെറ്റ് us quickly I will compute it. ക്യാഷ് പ്രൈസ് 1 lakh ആണ്. അതിൽ നിന്ന് ഡൗൺ പേയ്മെൻറ്റ് എത്ര? 40,000 ആയിരുന്നു. സോ 40,000 ഡൗൺ പേയ്മെൻറ്റ് പോയാൽ റിമൈനിങ് 60,000. ഈ 60,000 ഇൻട്രസ്റ്റ്, ആദ്യത്തെ ഇൻട്രസ്റ്റ് 60,000 into 6%, which is 3,600. So 3,600 ഇൻട്രസ്റ്റ് ആണ്. ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ പോകുന്ന പ്രിൻസിപ്പൽ പോർഷൻ ഇസ് 20,000. ഈ ക്വസ്റ്റ്യന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട് 20,000 പ്രിൻസിപ്പൽ പോർഷനാണ്. അഡീഷണലി ആണ് ഇൻട്രസ്റ്റ് പോകുന്നത്. ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്ന പ്രോബ്ലത്തിലൊക്കെ ടോട്ടൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിരുന്നു തന്നിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ചിട്ട് ബാക്കിയായിരുന്നു നമ്മൾ പ്രിൻസിപ്പലായിട്ട് റെക്കോർഡ് ചെയ്ത്. ഇവിടെ അങ്ങനെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. സോ 40,000 ആണ് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിന് മുന്നേ ഉള്ള ഔട്ട്സ്റ്റാൻഡിങ്. അതിന്മേലുള്ള ഇൻട്രസ്റ്റ് 40,000 into 6%, which is 2,400. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റും നമ്മൾ പ്രിൻസിപ്പൽ പോർഷൻ പേ ചെയ്യുന്നത് 20,000 ആണ്. സോ റിമൈനിങ് 20,000 ഉണ്ട്. അവസാനം ആ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാൻ നേരത്ത് ഇൻട്രസ്റ്റ് നമ്മൾ 20,000-ന് 6%, 1,200.
So 20,000 last installment principal portion കഴിയുമ്പോൾ full payment settle, and this will be the interest portions. So total interest എത്രയുണ്ട് നമ്മൾക്ക് 3,600 plus 2,400 is 6,000, 7,200 ആണ് total interest. അപ്പോൾ എന്താണ് നമ്മൾ ആദ്യമേ റെക്കോർഡ് ചെയ്യേണ്ടത്? ഇമ്മീഡിയറ്റ്ലി ആ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടും കൂടെ കാണിക്കണം. സോ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, ഹയർ വെൻഡറിനെ ക്രെഡിറ്റ് ചെയ്യുക ബൈ HP ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എമൗണ്ട് 7,200. And interest suspense account is same entry number recording 1/1/2011 to FMS's 7,200. ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് കഴിഞ്ഞിട്ട് അടുത്ത് എന്തായിരുന്നു, ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുന്നു 40,000. അത് ആരെ എഫക്റ്റ് ചെയ്യുന്നുള്ളൂ? മെസ്സേഴ്സ് ഇവരെ മാത്രം. ഓൺ സെയിം ഡേ യു ആർ പേയിങ് ഡൗൺ പേയ്മെൻറ്റ്. എൻട്രി വിൽ ബി FMS's to ക്യാഷ് 40,000 ഡൗൺ പേയ്മെൻറ്റ് എഴുതിക്കൊള്ളും. ഇനി അടുത്തത് ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്ന ദിവസത്തെ എൻട്രി. ഇത് ഇയർലി ഇൻസ്റ്റാൾമെൻ്റ് ആയിരുന്നോ? ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ് അല്ലേ? സോ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എന്നായിരിക്കും ഡ്യൂ ആകുന്നത്? 31/12 ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വരുന്നത് അല്ലേ? ഇനി ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വരുമ്പോൾ നമ്മളുടെ എൻട്രി എന്തായിരുന്നു? നോർമൽ ക്യാഷ് പ്രൈസ് ആണെങ്കിൽ FMSസിലേക്ക് നമ്മൾ ബൈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. പക്ഷേ ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡിൽ ഓൾറെഡി ഇൻട്രസ്റ്റ് സസ്പെൻസ് ക്യുമുലേറ്റീവ്ലി നമ്മൾ കാണിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ വീണ്ടും ഇവിടെ ആണോ എൻട്രി വരാൻ പോകുന്നത്? അല്ല, അത് നിങ്ങളുടെ ജേർണലിൽ പോയി നോക്കിക്കോളുക. എൻട്രി വിൽ ബി കമ്മിങ് ആസ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്. അതായത് ഇൻട്രസ്റ്റ് സസ്പെൻസ് കൺട്രോൾ അക്കൗണ്ടിൽ നിന്ന് എടുത്തു മാറ്റി ഡ്യൂ ആകുന്ന സമയത്ത് ഇൻട്രസ്റ്റ് അക്കൗണ്ടിലേക്ക് കൊണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. സോ വിച്ച് മീൻസ് ആദ്യത്തെ വർഷം ഡ്യൂ ആകുന്ന ഇൻട്രസ്റ്റ് 31/12/2011 എത്ര ഉണ്ടായിരുന്നു? 3,600. അത് നമ്മൾ എങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്യും? ഇൻട്രസ്റ്റ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇൻട്രസ്റ്റ് അക്കൗണ്ടിന് 31/12 ഒരു ഡെബിറ്റ് വരും ടു HP ഇൻട്രസ്റ്റ് സസ്പെൻസ് 3,600. ഇനി അടുത്തത് എന്തായിരുന്നു? ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നത് ഓൺ 31/12/2011 ടു ക്യാഷ് എന്ന് പറഞ്ഞ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യും. ഇവിടെ ഇൻസ്റ്റാൾമെൻറ്റ് ഡയറക്റ്റ്ലി ഫുൾ എമൗണ്ട് തന്നിട്ടില്ല, പകരം 20,000 പ്ലസ് 3,600 എന്ന് പറഞ്ഞാണ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ. സോ 23,600. So remaining, take it to balance sheet as carry forward figure. $43,600 ആണ് ബാക്കി amount. ഇനി ബാക്കി ലെഡ്ജേഴ്സും ക്ലോസ് ചെയ്യുക. HP ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ലെഡ്ജർ ഒരു P&L ഐറ്റം ആണ് അല്ലേ? സോ ഈ സെയിം ഡേ P&Lലേക്ക് പോസ്റ്റ് ചെയ്തോളുക ബൈ P&L. കുറച്ച് ക്ലംസി ആയപ്പോൾ 3,600. ഇൻട്രസ്റ്റ് അക്കൗണ്ട് P&L റവന്യൂ ഐറ്റം ആയത് കാരണം ക്ലോസ് ആയി പൊക്കോളും, ക്യാരി ഫോർവേഡ് ഒന്നുമില്ല. പക്ഷേ ഇൻട്രസ്റ്റ് സസ്പെൻസിന് ഒരു ക്യാരി ഫോർവേഡ് ബാലൻസ് കാണും അല്ലേ? ബാലൻസ് ക്യാരി ഫോർവേഡ് 3,600. സോ നെക്സ്റ്റ് ഇയർ അഗൈൻ അടുത്ത വർഷം വരുന്നു, എന്ത് റെക്കോർഡ് ചെയ്യണം? 1/1/2012 ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഹയർ വെൻഡർ കാണിക്കണം. ബാലൻസ് ബ്രോട്ട് ഓൺ 43,600. അടുത്ത വർഷം വരുന്ന എൻട്രി എന്താണ്? അസറ്റിനെ കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല, കാരണം ക്യാഷ് പ്രൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി അത് റെക്കോർഡ് ചെയ്യാൻ പോകുന്നു. നോട്ട് ഗോയിങ് ടു ഗോ ഇൻ ഡീറ്റെയിൽ ടു ദാറ്റ് ലെക്ചർ. സോ 43,600 ആദ്യം വരുന്നത് ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്നു അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ആകുന്നു. ആദ്യത്തെ എൻട്രി എന്തായിരിക്കും? ഇൻട്രസ്റ്റ് സസ്പെൻസിൽ നിന്ന് എടുത്ത് ഇൻട്രസ്റ്റ് അക്കൗണ്ടിലേക്ക് മാറ്റണം അല്ലേ? സോ ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ ആദ്യം വരും 3,600. അതിൽ രണ്ടാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് എത്രയായിരുന്നു? 2,400. അത് പോസ്റ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഇൻട്രസ്റ്റ് അക്കൗണ്ടിലേക്ക്. സോ 31/12/12 ടു HP ഇൻട്രസ്റ്റ് സസ്പെൻസ് എന്ന് പറഞ്ഞ് 2,400 നമ്മൾ കാണിക്കും. ഓക്കെ, ആൻഡ് ദെൻ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്നത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻ്റ് ആണ്. 31/12/2012 ആണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. സോറി, മൈ ബാഡ്. So
ടു ക്യാഷ് എന്ന് പറഞ്ഞ് ഇൻസ്റ്റാൾമെൻറ്റ് കാണിക്കുന്നു. ഇവിടെയും ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ട് 20,000 പ്രിൻസിപ്പൽ റീപേയ്മെൻ്റ് ഉണ്ട്. അതിനോടൊപ്പം ആ വർഷത്തെ ഇൻട്രസ്റ്റും കൂടെ ചേർത്ത് നമ്മൾ പേ ചെയ്യും, വിച്ച് ഇസ് 22,400. അപ്പോൾ ബാക്കി നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യും ആസ് ബാലൻസിങ് ഫിഗർ. 43,600 minus 22,400, which is 21,200. So 1/1/2013 by balance brought down 21,200. ഇനി ബാക്കി രണ്ട് ലെഡ്ജേഴ്സും സെക്കൻഡ് ഇയറിൽ ഓപ്പൺ ആണെങ്കിൽ ക്ലോസ് ചെയ്യുക. ഇൻട്രസ്റ്റ് എങ്ങനെ ക്ലോസ് ചെയ്യും? വീണ്ടും 31/12 പി ആൻഡിലേക്ക് പോസ്റ്റ് ചെയ്തു. ബൈ പി ആൻഡിൽ 2,400. അങ്ങനെ ഈ ലെഡ്ജർ ക്ലോസ് ആവും, പി ആൻഡിലേക്ക് പോകും. എച്ച് പി ഇൻട്രസ്റ്റ് എക്സ്പെൻസോ അതിൻ്റെ ബാലൻസിങ് ഫിഗർ വിൽ ബി ക്യാരി ഫോർവേഡ് ആസ് എച്ച് പി ഇൻട്രസ്റ്റ് എക്സ്പെൻസ് 1,200. സോ നെക്സ്റ്റ് ഇയർ ഓപ്പൺ ആകുമ്പോൾ വീണ്ടും 1/1/13 ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 1,200. അഗൈൻ തേർഡ് ഇയർ സ്റ്റാർട്ട് ആകുമ്പോൾ ഇൻട്രസ്റ്റ് ഡ്യൂ ആകണം, അതിൻ്റെ എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇൻട്രസ്റ്റ് സസ്പെൻസിൽ നിന്ന് എടുത്ത് ഇൻട്രസ്റ്റ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യും 1,200. സോ ഇൻട്രസ്റ്റ് അക്കൗണ്ടിൽ 31/12/13 ടു എച്ച് പി ഇൻട്രസ്റ്റ് സസ്പെൻസ് 1,200. Next is installment getting paid. So that will be on 31/12/2013 to cash എന്ന് പറഞ്ഞ installment page, which is 20,000 plus 1,200 അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ്. സോ 21,200 പേ ചെയ്ത് കഴിയുമ്പോൾ ഹയർ വെണ്ടറിൻ്റെ അക്കൗണ്ട് ക്ലോസ് ആകും. ബാക്കി രണ്ട് ലെഡ്ജേഴ്സിൽ എച്ച് പി ഇൻട്രസ്റ്റ് വീണ്ടും പി ആൻഡ് എല്ലിലേക്ക് പോകും, ബൈ പി ആൻഡ് എൽ എന്ന് പറഞ്ഞ് 1,200. അങ്ങനെ ഈ അക്കൗണ്ടും പി ആൻഡ് എല്ലിലേക്ക് പോയി ക്ലോസ് ആകും. ആൻഡ് എച്ച് പി ഇൻട്രസ്റ്റ് എക്സ്പെൻസും ലാസ്റ്റ് ഇയർ കഴിയുമ്പോൾ ക്ലോസ് ആകും. സോ എച്ച് പി ഇൻട്രസ്റ്റും ഇൻട്രസ്റ്റ് അക്കൗണ്ടുമാണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഇവിടെ. ഇനി അതൊന്ന് ഡീറ്റെയിൽ പറയാം, ഒന്നുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. എച്ച് പി ഇൻട്രസ്റ്റിൻ്റെ ആദ്യത്തെ ഓപ്പണിംഗ് ബാലൻസ് എത്രയായിരുന്നു? ഈ എച്ച് പി ട്രാൻസാക്ഷൻ വഴി കൊടുക്കേണ്ട മുഴുവൻ ഇൻട്രസ്റ്റ് എമൗണ്ടും, അതാണ് 7,200. ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കഴിയുമ്പോൾ എത്ര ബാലൻസിങ് ഫിഗർ ഉണ്ട്? 3,600. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇനിയും 3,600 ഇൻട്രസ്റ്റ് ഡ്യൂ ആകാനുണ്ടല്ലേ. അതായത് ഈ 3,600 ഇസ് നത്തിങ് ബട്ട് ദ സം ഓഫ് റിമൈനിങ് ഇൻസ്റ്റാൾമെൻറ്റിലുള്ള ഇൻട്രസ്റ്റ്. അല്ലാതെ ആദ്യത്തെ 3,600 അല്ല ഇവിടെ കാണിക്കുന്നത്. ദിസ് ഈസ് ദ സം ഓഫ് രണ്ടാമത്തെ ഇനി വരാനുള്ള സെക്കൻഡ് ഇയറിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റും വരാനുള്ള തേർഡ് ഇയറിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റും. സോ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിൽ ബാലൻസിങ് ഫിഗർ ആയിട്ട് ക്ലോസിങ്ങിൽ വരുന്നത് എപ്പോഴും ഫ്യൂച്ചറിലേക്ക് ഡ്യൂ ആകാനുള്ള ഇൻസ്റ്റാൾമെൻറ്റിൽ അടങ്ങിയിരിക്കുന്ന ഇൻട്രസ്റ്റ് പോർഷൻസ് ആണ്. സെക്കൻഡ് ഇയറിൽ എത്രയായിരുന്നു ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുണ്ടായിരുന്നത്? 1,200. അതിൻ്റെ അർത്ഥം ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് അടച്ചു തീർത്തു, രണ്ടാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് അടച്ചു തീർത്തു. സെക്കൻഡ് ഇയറിൽ നിന്നുകൊണ്ട് ഇനി അടച്ചു തീർക്കാനുള്ളത് തേർഡ് ഇയറിൻ്റെ ഇൻട്രസ്റ്റ് മാത്രമാണ്. ദാറ്റ് വിൽ ബി ഔട്ട്സ്റ്റാൻഡിങ്. സോ ഇനി ബാലൻസ് ഷീറ്റ് എക്സ്ട്രാക്ട് ജസ്റ്റ് കാണിച്ചേക്കാം. ബാലൻസ് ഷീറ്റ് എക്സ്ട്രാക്ട് നമ്മൾക്ക് നോക്കാം. അസറ്റ് അങ്ങനെ കാണും, ഞാൻ അതിനെക്കുറിച്ച് എഴുതുന്നില്ല. പക്ഷേ ഹയർ വെണ്ടർ അക്കൗണ്ട് ഉണ്ട് അല്ലേ, FMSസിൻ്റെ ആദ്യത്തെ വർഷം നോക്കുക. ക്ലോസിംഗ് ബാലൻസ് എത്ര ഉണ്ടായിരുന്നു? 43,600. ഈ 43,600ൻ്റെ പ്രസൻറ്റേഷനാണ് നമ്മൾ തിയറി ജേർണൽസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞത്. ഈ ഹയർ വെണ്ടർ ബാലൻസിൽ നിന്ന് നമ്മൾ എന്ത് കുറച്ച് കാണിക്കും? ആ വർഷത്തെ തന്നെ എച്ച് പി ഇൻട്രസ്റ്റ് സസ്പെൻസിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കുറച്ച് കാണിക്കും, 3,600. സോ എച്ച് പി ഇൻട്രസ്റ്റ് സസ്പെൻസ് 3,600. എന്നിട്ട് നെറ്റ് ഫിഗർ ആണ് നമ്മൾ 40,000 എന്ന് പറഞ്ഞ് ഇയർ 1 കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അർത്ഥം ഇത് രണ്ട് ലെഡ്ജറാണ്. പ്രസൻറ്റേഷനിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതാണ്. സോ ഇങ്ങനെ ചെയ്യുന്ന എക്സ്ട്രാക്റ്റും നിങ്ങൾ ക്യാഷ് പ്രൈസ് ചെയ്യുമ്പോൾ ചെയ്യുന്ന എക്സ്ട്രാക്റ്റും ഫൈനലി നെറ്റ് ഫിഗർ സെയിം ആയിരിക്കും. അവിടെ ബാലൻസ് ഷീറ്റ് എക്സ്ട്രാക്ട് ക്യാഷ് പ്രൈസിൽ നേരെ FMSS 40,000 തന്നെ കിട്ടും. ഇവിടെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഫോളോ ചെയ്യുമ്പോൾ 43,600 എന്നായിരിക്കും കിട്ടുന്നത്.
എന്നുള്ളത്. അതിൽ നിന്ന് HP ഇൻട്രസ്റ്റ് സസ്പെൻസിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കുറച്ച് നിങ്ങൾ കാണിക്കുമ്പോൾ ആ നെറ്റ് ഫിഗർ രണ്ടും ടാലി ആയി പൊക്കോളും. സോ ജസ്റ്റ് ബൈ ഡൂയിങ് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് വിച്ച് മീൻസ് വി ആർ നോട്ട്, നമ്മൾ തെറ്റൊന്നും അല്ല, അല്ലെങ്കിൽ വേറെ ഡിഫറെൻറ്റ് രീതിയിലൊന്നും അല്ല, അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്ന ഇൻട്രസ്റ്റിനെ നമ്മൾ ഏത് ഹയർ വെൻഡറിലേക്കാണ് പോകുന്നത് അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കുന്നു. ഓരോ ഇൻട്രസ്റ്റും ഡ്യൂ ആകുന്നതനുസരിച്ച് ഈ എമൗണ്ടിനെ സ്പ്ലിറ്റ് ചെയ്ത് P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അത്രയും മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. സോ ഐ ഹോപ്പ് ഇൻട്രസ്റ്റ് സസ്പെൻസും ക്ലിയർ ആയി എന്നുള്ളത്. ഇൻട്രസ്റ്റ് സസ്പെൻസ് അധികം ചോദിക്കുന്ന ഒരു ഏരിയ അല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ മാത്രം അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ജനറലി ക്യാഷ് പ്രൈസ് ആണ് ഫോളോ ചെയ്യുന്നത്. സോ ക്യാഷ് പ്രൈസിൻ്റെ ജേണൽ എൻട്രിയും ലെഡ്ജർ പ്രിപ്പറേഷനും നിങ്ങൾ തനിയെ ചെയ്തോളുക. പിന്നെ ഇൻട്രസ്റ്റ് സസ്പെൻസ് ഫോളോ ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രീസും ബാലൻസ് ഷീറ്റ് എക്സ്ട്രാക്റ്റും ഫുള്ളി, ഇതിപ്പോൾ ഞാൻ ഒരു വർഷമേ കാണിച്ചിട്ടുള്ളൂ, അങ്ങനെ എല്ലാ വർഷവും നിങ്ങളൊന്ന് തനിയെ ഹോംവർക്ക് അല്ലെ പ്രാക്ടീസ് വർക്കായിട്ട് ചെയ്തിട്ട് വരിക കേട്ടോ. സോ അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് ഇനി ഒരു 3 ക്വസ്റ്റ്യനും കൂടെ ഉള്ളൂ, അത് നമ്മൾക്ക് നെക്സ്റ്റ് ക്ലാസ്സസിൽ കംപ്ലീറ്റ് ചെയ്യാം. വിത്ത് ദാറ്റ് വി വിൽ വൈൻഡ് അപ്പ്. സോ മോസ്റ്റ്ലി ഇനി ഒരു 1 ക്ലാസ് or 2 ക്ലാസ് അറ്റ് ദ മാക്സ് നമ്മൾ എടുക്കും. വിത്ത് ദാറ്റ് വി വിൽ വൈൻഡ് അപ്പ് ഹയർ പർച്ചേസ് അക്കൗണ്ട്സ്. സോ നല്ലപോലെ ജേണൽസ് മനസ്സിലാക്കുക ആൻഡ് കമ്പ്യൂട്ടേഷൻ സ്റ്റേജ്, അതായത് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ടേഷനും ക്യാഷ് പ്രൈസും റിവൈസ് ചെയ്തിട്ട് വരിക ഫോർ നെക്സ്റ്റ് 3 questions. So till we meet again, stay safe and happy. Thank you.